ഭാസതാം പുരതോ മമ ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യാസര് ഭാഗവതം രചിക്കാനുണ്ടായ സാഹചര്യം അതാണ് ഇപ്പം വർണ്ണിച്ചത്. അങ്ങനെ പുതിയൊരു ഗ്രന്ഥം രചിക്കുകയാണ്, ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. അതോടുകൂടി അദ്ദേഹത്തിന് തൃപ്തിയായി എന്നാണ്. കാരണം ജനങ്ങളൊക്കെ അത് വായിച്ച് സമാധാനമായിട്ടിരിക്കണം, അവരെ കൊണ്ട് ലോകത്തിനും ഉപകാരം, അവർക്കും നന്മ. ഭാഗവതം ആരംഭിച്ചത് എങ്ങനെ? മഹാഭാരതത്തിലെ യുദ്ധം അവിടെയാണ് തുടങ്ങുന്നത്. നമുക്കറിയാം കഥയൊക്കെ. ഭീമന്റെ അടിയേറ്റ് വീണ് കിടക്കുകയാണ് ദുര്യോധനൻ. തുടക്കാണ് അടിയേറ്റത്, വീണ് കിടക്കുന്നു. വീണ് കിടക്കുന്ന സമയത്താണ് താൻ ചെയ്ത് തെറ്റൊക്കെ ഓർമ്മ വരുന്നത്. തനിക്ക് കിട്ടേണ്ടത് തന്നെയാ ഇത്, ഈ അടി എനിക്ക് കിട്ടേണ്ടത് തന്നെയാ. ആ ചിന്തയാണ് ഇപ്പം ദുര്യോധനന്. ഇത്രയും കാലം അങ്ങനെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം മാറി, ഭാവം മാറി. താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പൊ ഭീമനിലൂടെ തനിക്ക് കിട്ടിയത്. ആരെയും കുറ്റം പറയാനില്ല, ചെയ്ത കർമ്മം തന്നെയാണ്. ഭീമൻ അടിച്ചു എന്നുള്ള വിചാരമില്ല, തന്റെ കർമ്മം തന്നെ തിരിച്ചടിച്ചു. ഈ ഭാവമാണ്, അങ്ങനെ വീണ് കിടക്കുകയാണ്. ഈ ദുര്യോധനൻ എന്തെങ്കിലും പ്രിയമായിട്ട് ചെയ്യണമെന്ന് വലിയ മോഹം ആർക്ക്? അശ്വത്ഥാമാവിന്. ആരാ അശ്വത്ഥാമാവ്? ദ്രോണാചാര്യരുടെ മകനാണ്. ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവൻ എന്താ ദുര്യോധനോട് ഇത്ര കണ്ട് പ്രിയം? ദുര്യോധനൻ തന്നെ കുറച്ചധികം സ്നേഹിച്ചിട്ടുണ്ട്, അല്ല സ്നേഹം നടിച്ചിട്ടുണ്ട്. സ്നേഹിച്ചിട്ടുണ്ട് പറയാൻ പറ്റില്ല, കുറച്ച് സ്ഥാനം തന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ അക്കാലത്ത് ദാരിദ്ര്യമുള്ളതുകൊണ്ട് മാറ്റി നിർത്താറാ പതിവ്. ദുര്യോധനൻ കൂടിരുത്തും, നല്ല പൊടിയൊക്കെ ഇട്ട് നല്ല പാല ഒഴിച്ച് നല്ല ചായ ഒക്കെ കൊടുക്കും അശ്വത്ഥാമാവന്. കുടിക്കൂ എന്നൊക്കെ പറയും. അപ്പോഴും നോട്ടം കണ്ട അശ്വത്ഥാമാവന്റെ അച്ഛന്റെ നേരെയാണ് നോക്കണത്. ദ്രോണര് ഇത് ശ്രദ്ധിക്കണുണ്ടോ? അദ്ദേഹത്തിന്റെ മകനെ താൻ കുറച്ചധികം സ്നേഹിക്കണത് അദ്ദേഹം കാണുന്നില്ലേ? എന്നിട്ട് അദ്ദേഹത്തിന് തന്നോട് പ്രിയണ്ടാവണം. തന്റെ മകന്റെ സ്വന്തം ആളാണ് ദുര്യോധനൻ, കുറച്ചധികം തന്റെ മകനെ പരിഗണിക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് ദുര്യോധനോട് കുറച്ചധികം സ്നേഹം തോന്നിയിട്ട് അദ്ദേഹം വിശേഷമായിട്ട് ചില വിദ്യകളൊക്കെ തന്നെ പഠിപ്പിച്ചാൽ ആ വിദ്യ കൊണ്ട് അർജുനെ കൊല്ലാം. എങ്ങോട്ടാണ്? ചിന്ത കണ്ടില്ലേ? അശ്വത്ഥാമാവനെ സ്നേഹിക്കുന്നത് എന്തിനാ? ദുര്യോധനൻ പറയും അർജുനനെ കൊല്ലാൻ. അതിനുള്ള വിദ്യ കിട്ടണം, അതിനുവേണ്ടി അശ്വത്ഥാമാവനോട് സ്നേഹം നടിക്കുന്നു. അത് കണ്ട് അശ്വത്ഥാമാവന്റെ അച്ഛൻ സന്തോഷിക്കണം. അദ്ദേഹം ചില വിദ്യകളൊക്കെ തന്നെ പ്രത്യേകം പഠിപ്പിക്കണം. ആ പഠിപ്പിച്ച വിദ്യ കൊണ്ട് അർജുനനെ വധിക്കണം. ഉദ്ദേശം ശുദ്ധാണോ? ചെയ്യണത് നന്നായിട്ട് കാര്യമില്ല, പുറമേക്ക് നന്നായി തോന്നിയിട്ട് കാര്യമില്ല. ഉദ്ദേശം ശുദ്ധമല്ലെങ്കിൽ നഷ്ടമാണ് ഉണ്ടാവുക, നശിക്കുകയാണ് ചെയ്യുക. അതാണ് ഈ കഥ തന്നെ കാണിക്കുന്നത്. ഏതായാലും അശ്വത്ഥാമാവൻ എന്താ വിചാരിച്ച, തന്നോട് എന്തായാലും കുറച്ച് പ്രിയം ഉണ്ടായിരുന്നു ദുര്യോധനന്. അയാൾക്കും എന്തെങ്കിലും ഒന്ന് പ്രിയം ചെയ്യണം. വീണ് കിടക്കുകയാണ്, ദീർഘകാല ആയുസില്ല, മരിക്കും ഉറപ്പാണ്. എന്താ അദ്ദേഹത്തിന് വേണ്ടി താൻ ചെയ്യുക? പാണ്ഡവരെ കൊന്നാൽ വലിയ സന്തോഷവും, പക്ഷെ പാണ്ഡവരെ പോലെയുള്ള നടക്കുന്ന കാര്യമല്ല. അതിനൊന്നും തനിക്ക് പറ്റില്ല, യുദ്ധത്തിൽ പറ്റില്ല. യുദ്ധം നോക്കണ്ട, ഉറങ്ങിക്കിടക്കുമ്പോൾ പോയി കൊന്നാലോ? അതൊക്കെ മോശമാണ്, അത് സാരമില്ലാന്ന്. ഇപ്പൊ മോശം നോക്കിയിട്ട് കാര്യമില്ല, അത് ചെയ്യാം എന്ന് കരുതി ദുര്യോധനൻ മരിക്കുന്നതിന് മുമ്പ് ഈ വാർത്ത കേട്ടോടെ, പാണ്ഡവരൊക്കെ മരിച്ചു എന്നുള്ള വാർത്ത കേൾപ്പിക്കണം എന്ന് കരുതി അദ്ദേഹം ആ രാത്രി സമയത്ത് പോയി കുടീരത്തിൽ ചെന്ന് പാണ്ഡവരെ കൊല്ലാൻ നോക്കിയതാ. പക്ഷെ ഭഗവാന്റെ സങ്കല്പം വേറെയാണ്. പാണ്ഡവരൊക്കെ ഭഗവാൻ പറഞ്ഞ സ്ഥലം മാറ്റിയവരെ, പാണ്ഡവരുടെ മക്കൾ അവിടെ ഉണ്ട്, അവരുടെ പ്രാരബ്ധം അത്രയും ഉണ്ടാവുള്ളിരിക്കും. ആ കുട്ടികളെ ആര് കൊന്നു? അശ്വത്ഥാമാവ് കൊന്നു. 5 മക്കള്, പാഞ്ചാലിയുടെ 5 മക്കളെ ഈ ദുഷ്ടൻ കൊന്നു. ആ പുരത്തിന് തീയിട്ടു. ഓടി വന്നു ദുര്യോധനോട് പറയുകയാണ്, ദുര്യോധന, പാണ്ഡവരെ കൊല്ലാൻ പറ്റില്ല, പക്ഷെ നീ വിഷമിക്കണ്ട, പാണ്ഡവരോട് കൂടി ആ വംശം കഴിയും, മക്കളെയൊക്കെ ഞാൻ കൊന്നു. ഈ നല്ല വാർത്ത കേട്ട് കണ്ണടച്ചോളൂ. ഇത് കേട്ട് സന്തോഷിച്ചു ദുര്യോധനൻ. സന്തോഷിച്ചോ? ജുഗുപ്സിതം കർമ്മ വികർഹയന്തിയട മഹാഭാവി. കഷ്ടം, കുട്ടികളെ കൊന്നിട്ടാണോ നീ വന്നത്? എത്ര മോശം അത്. ഞങ്ങളുടെ 2 വംശത്തിനും കൂടി ബാക്കിയുള്ളത് അവരാ. കൗരവരൊക്കെ കഴിഞ്ഞു, നീ വംശം നിലനിൽക്കണമെങ്കിൽ ആ പാണ്ഡവര്, ആ മക്കള് വേണ്ടേ? നീ എത്ര മോശം പ്രവൃത്തി ചെയ്തത്. ഞങ്ങൾ ക്ഷത്രിയര് പോലും ഇങ്ങനെ ചെയ്യാറില്ലടോ, നീ ബ്രാഹ്മണനല്ലേ, കഷ്ടം. എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നുകയാണ്, മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആര് കണ്ണടക്കുന്നത്. എന്നാലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് പ്രിയം ചെയ്യണമെന്ന് കരുതി ചെയ്തു, അയാൾക്ക് പ്രിയ ആയതുമില്ല, അപ്രിയമാവും ചെയ്തു. പേടിച്ചു ഓടി അശ്വത്ഥാമാവ്. കാരണം അന്വേഷണം വരും, അർജുനൻ ചോദിക്കാൻ വരില്ലേ, കൂടെ ആരുണ്ടാവും? കൃഷ്ണനും ഉണ്ടാവും. ഓടി രക്ഷപ്പെട്ടു. ഈ വാർത്തപ്പളയ്ക്കും പാഞ്ചാലി അറിഞ്ഞു. ഒന്നല്ല, എത്ര മക്കളാ മരിച്ചത്? 5 മക്കള്. പൊട്ടിക്കരയാണ് അമ്മ. അർജുനൻ അവിടുന്ന് പ്രതിജ്ഞ എടുത്തു, ഇതാരാണോ ചെയ്തത് അയാളുടെ തല വെട്ടിക്കൊണ്ടൊന്ന് ദ്രൗപദി നിന്റെ കാൽക്കൽ ഞാൻ വെക്കും എന്ന് പറഞ്ഞ് ആര് പുറപ്പെട്ടു? അർജുനൻ. കൂടെ ആരും പോയി? പാർത്ഥന്റെ കൂട്ടുകാരൻ പാർത്ഥസാരഥി, അല്ലെ പാർത്ഥസഖേ, പാർത്ഥന്റെ കൂട്ടുകാരനായ കൃഷ്ണൻ കൂടെ ചെന്നു. അശ്വത്ഥാമാവനെ കാണിച്ചു കൊടുത്തു, അയാളാണ് ഈ പണി ചെയ്തത്.
അശ്വത്ഥാമാവ് കൃഷ്ണനെയും അർജുനെയും കണ്ടപ്പോഴേക്കും പേടിച്ചിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അർജുനന്റെ നേരെ. അർജുനൻ ആകെ പേടിച്ചു. ഭഗവാൻ എന്റെ നേരെ എന്തോന്ന് വരുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടു പറഞ്ഞ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ പറഞ്ഞു, ആ ബ്രഹ്മാസ്ത്രം നിനക്കും അദ്ദേഹത്തിന്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എന്റെ ഗുരുനാഥൻ ദ്രോണര്, തിരിച്ചു പ്രയോഗിക്കൂ. തിരിച്ചും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അത് മാത്രമല്ല, 2 ബ്രഹ്മാസ്ത്രത്തെയും ഉപസംഹരിക്കും അർജുന. എന്താ കാരണം? ഉപസംഹരിക്കാനുള്ള വിദ്യ അയാൾക്കറിയില്ല. ആർക്ക്? അശ്വത്ഥമാവൻ അറിയില്ല. അശ്വത്ഥമാവന്റെ അച്ഛനാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. അയാൾ തന്നെയാണ് ആരും പഠിപ്പിച്ചത്? അർജുനനെ പഠിപ്പിച്ചത്. പക്ഷെ അർജുനന് ഉപസംഹരിക്കാനുള്ള വിദ്യ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, തന്റെ മകന് പറഞ്ഞു കൊടുത്തില്ല. എന്താ കാരണം? ഗുരുനാഥൻ അറിയാം വിദ്യ ആരുടെ കയ്യിലാണ് ശോഭിക്കുക എന്ന്. തന്റെ മകന് പോലും പറഞ്ഞു കൊടുക്കാത്ത വിദ്യയാണ് തന്റെ ശിഷ്യനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു കൊടുത്തത്. കാരണം ആരാണ് ഈ വിദ്യ കൊണ്ട് നന്മ ചെയ്യാന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. 2 അസ്ത്രവും ഉപസംഹരിച്ചു. അശ്വത്ഥാമാവനെ പിടിച്ചു കെട്ടി കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് കൃഷ്ണൻ ഒന്ന് പരീക്ഷിച്ചു അർജുനന്റെ ധർമ്മബുദ്ധി. പുറപ്പെട്ടു വരുമ്പം അർജുനൻ പ്രതിജ്ഞെടുത്തത് എന്താ? തല വെട്ടിക്കൊണ്ടൊന്ന് കാൽക്കൽ വെക്കുന്ന. ആരാ കൊന്നൊന്നും അറിയില്ലായിരുന്നു. മക്കളെ കൊന്നത് ആരാന്നറിയാണ്ടാണ് പ്രതിജ്ഞെടുത്തത്. അശ്വത്ഥാമാവെന്ന് അറിഞ്ഞ സമയത്ത് തല വെട്ടാൻ പറ്റുന്നില്ല. എന്താ കാരണം? തന്റെ ഗുരുനാഥന്റെ മുറിച്ച മുറിയ. ദ്രോണര് തന്നെ സ്വഭാവം വ്യത്യാസം ഉണ്ടെന്നേ. ദ്രോണരുടെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞാലും ആ ഗുരുനാഥന് താൻ കൊടുക്കേണ്ട ദക്ഷിണ എന്താ? തല വെട്ടി കൊടുക്കുക വേണ്ടത്. മകന്റെ പറ്റണില്ല, കൈ വറക്കുക. അതുകൊണ്ട് പിടിച്ചു കെട്ടി കൊണ്ടുപോകുമ്പം അർജുനന്റെ ആ ഗുരുഭക്തി ഒന്ന് പരീക്ഷിക്കാൻ ഭഗവാൻ ചോദിച്ചു, അർജുന നീ പ്രതിജ്ഞെടുത്ത് ഞാനും കേട്ടിരുന്നു, തല കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന, എന്നാ പിന്നെ ഉടല് കൊണ്ടുപോകണോ? തല മാത്രം. ലെസ് ലഗേജ് മോർ കംഫർട്ട്. എന്തിനാ ഈ ലഗേജ് കൊണ്ടുപോകണം? തല മാത്രം കണ്ട് കൊണ്ടുപോയിട്ട് ദ്രൗപദിയുടെ കാൽക്കൽ വെച്ചാൽ പോരെ, എന്തിനീ മൊത്തമായിട്ട് കൊണ്ടുപോകണോ? അർജുനൻ തല കുരിച്ചു എന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കാൻ പറ്റില്ല. കാരണം ഉള്ളിൽ പറയേണ്ട, കൃഷ്ണ ഞാൻ വിചാരിച്ചില്ല, ഇയാളാണ് ചെയ്തത് വിചാരിച്ചില്ല, വേറെ ആരെങ്കിലൊക്കെ വെച്ചാൽ അങ്ങനെ ചെയ്യായിരുന്നു, ഇതിപ്പം തന്റെ ഗുരുനാഥന്റെ മകനല്ലേ. ഭഗവാൻ സന്തോഷായി. അങ്ങനെയാ വേണ്ടത്. ആ ഉള്ളിലുള്ള ഭാവം, ഗുരുഭക്തി. പിടിച്ചു കെട്ടി ദ്രൗപദിയുടെ കാൽക്കലേക്ക് വലിച്ചെറിഞ്ഞു. തഥാഹൃതം പശുവത് പാശബദ്ധം അവാങ്മുഖം കർമ്മ ജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപകൃതം ഗുരോസുതം വാമസ്വഭാവ കൃപയാ നനാമച. പശുവിനെയൊക്കെ കൊണ്ടുവരുന്നത് പോലെ കൈയും കാലും കൂട്ടിക്കെട്ടി വലിച്ചെറിഞ്ഞു കാൽക്കലേക്ക് ദ്രൗപദിയുടെ. എന്താവും ദ്രൗപദി പറഞ്ഞിട്ടുണ്ടാവുക? പാഞ്ചാലി എന്താ പറഞ്ഞിട്ടുണ്ടാവുക? തന്റെ 5 മക്കളെയും കൊന്ന കൊലയാളിയാണ്, വെട്ടിക്കൊല്ലു അർജുന എന്നല്ലേ പറയേണ്ടത്. പക്ഷെ ആ പാഞ്ചാലി അങ്ങനെയല്ല പറഞ്ഞത്. വാമസ്വഭാവ, നല്ല സ്വഭാവ അവൾക്ക്, ഹൃദയം ശുദ്ധ. കൃപയാ നനാമച, തൊഴുതങ്ങട്ട് നമസ്കരിച്ചു. തന്റെ 5 മക്കളെയും കൊന്ന കൊലയാളിയെ തൊഴുത് നമസ്കരിച്ചു. എങ്ങനെ സാധിക്കുന്നു? അതല്ല ആദ്യം പറഞ്ഞത്. വാമസ്വഭാവ, അവൾക്ക് ദുർബുദ്ധിയില്ല, നല്ല രീതിയിലേ കാണാൻ സാധിക്കുള്ളൂ. അവൾ എന്താ കണ്ടത്? തന്റെ 5 ഭക്താക്കന്മാർക്ക് അസ്ത്രവിദ്യ ഉപദേശിച്ചു കൊടുത്ത ഗുരുനാഥന്റെ മകനാ. ഗുരുനാഥന്റെ മകനാ. 5 മക്കളെ കൊന്നാളാണ്. അതവിടെ വേറെ വിഷയം. നന്മ പുറത്തുണ്ട്, നല്ല കാര്യം ഉണ്ടല്ലോ പുറത്ത്, അതേ അവള് കണ്ടുള്ളൂ. വാമസ്വഭാവ കൃപയാ, കൃപ കൊണ്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, മുച്ചതാം മുച്ചതാം, വിട്ടയക്കാ ഉണ്ണിയെ ഇങ്ങനെ കെട്ടിട്ട് കൊണ്ട് കാണാൻ വയ്യ. ഇവന്റെ അമ്മയും ദുഃഖിക്കണ്ടാവില്ലേ? അമ്മയുടെ ദുഃഖം എനിക്ക് ആരെയും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? മക്കൾക്ക് വേദനയായുള്ള ദുഃഖം വേദനയാവല്ല. 5 മക്കൾ മരിച്ചു. അപ്പൊ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ദുഃഖം എത്ര ഉണ്ടാവും? എന്നിട്ട് നമ്മള് കാരണം എന്താ? അപ്പം ആ കൃപിയുടെ ദ്രോണരുടെ മകൻ, ആ മകനെ കൊന്നു കഴിഞ്ഞാൽ ദ്രോണരുടെ ഭാര്യ പാവം ഗൗതമി അല്ലെങ്കിൽ കൃപി, അവള് ദുഃഖിക്കില്ലേ? മാ ആരോധി ദസ്യജനനി, പാടില്ല. ഇയാളുടെ അമ്മ ദുഃഖിക്കാൻ പാടില്ല. ഞാൻ അനുഭവിച്ച വേദന ഈ ലോകത്ത് ആരും നമ്മൾ കാരണം ഇനി അനുഭവിക്കരുതേ, പാടില്ല. വിട്ടയക്കൂ. ഈ ഉണ്ണിയെ കൊന്നു കഴിഞ്ഞാൽ എന്റെ 6ാമത്തെ ഉണ്ണി കൂടി മരിച്ചു. എന്താണ്? 5 മക്കൾ മരിച്ചു. ഇതിപ്പോ ആരാ? 6ാമത്തെ മകനായിട്ടാ കാണുന്നത്. അയാളെ കൂടി മരിക്കില്ലേ? പാടില്ല. മുച്ചതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. വിട്ടയക്കൂ. നിങ്ങളുടെ ഗുരുനാഥനല്ലേ, ആ ഗുരുനാഥന്റെ പുത്രനല്ലേ, അച്ഛനും മകനും ഒന്നല്ലേ, ഇങ്ങനെ ദ്രോഹിക്കാൻ പാടും. ഇത് കണ്ടുവച്ചല്ല ദ്രോണർ സഹിക്കോ? വിട്ടയക്കൂ. ദ്രോണർ മരിച്ചിട്ടുണ്ട്, അതിന്റെ ദുഃഖം തന്നെ താങ്ങാൻ വയ്യാണ്ടിരിക്കുകയാണ് ഇയാളുടെ അമ്മ കൃപി. ഇനിയിപ്പം മകൻ മരിച്ച ദുഃഖം അറിഞ്ഞാൽ അവൾ എത്ര കണ്ട് വിഷമിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയണില്ല അർജുനന്. ഭീമൻ പറഞ്ഞു, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്ക് വയ്യ മാറി നിൽക്ക്, ഞാൻ കൊല്ലാം എന്ന് പറഞ്ഞ് ഗതിയായിട്ട് വരേണ്ട ഭീമൻ. ധർമ്മപുത്രർ പറഞ്ഞു, അവള് പറഞ്ഞതാണ് ശരി, ഇതാണ് ധർമ്മം, പാടില്ല. കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി അർജുനൻ. കൃഷ്ണൻ പറഞ്ഞു, അർജുന എപ്പോഴെപ്പോഴും എന്ത് വേണമെന്നൊക്കെ ഇങ്ങനെ എപ്പോഴെപ്പോഴും പറഞ്ഞു തരാൻ സാധിക്കില്ല. കുറച്ചു കാലയിൽ എന്റെ കൂടെ നടക്കണം, എന്ത് വേണമെന്നൊക്കെ അപ്പം മനസ്സിലാക്കുക. അതിന് ഔചിത്യം ഉണ്ടാവുക, അത്രയേ ഉള്ളൂ.
ഓരോ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം, ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, അങ്ങനെ ഒരു പുസ്തകം ഇറക്കിയിട്ടില്ല ആരും. ഉണ്ടോ? ഇന്ന വയസ്സിൽ ഇന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല. മൊത്തമായിട്ടൊരു ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് എവിടെ എന്ത് വേണം ചെയ്യണം എന്നങ്ങോട്ട് മനസ്സിലാവും. അതിനാണ് വകതിരിവ് എന്ന് പറയാം. എന്താണ്? അതില്ലെങ്കിൽ കഴിഞ്ഞു കഥ. പിന്നെ എന്ത് പഠിപ്പുണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നീ മനസ്സിലാക്കുക എന്ത് വേണം. മനസ്സിലായി അർജുനന്? ബ്രാഹ്മണനായോണ്ട് അയാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പൂണൂല് ഒഴിവാക്കി വിട്ടാൽ മതി. കാരണം പൂണൂലാണ് ബ്രാഹ്മണന്റെ ധനം. തലമുണ്ടനം ചെയ്യുക, ബ്രഹ്മസൂത്രം ഭേദിക്കുക, അങ്ങനെ പുള്ളി കുത്തി കഴുത പുറത്തങ്ങോട്ട് വിടുക. അപമാനത്തെക്കാൾ വലിയൊരു മരണമില്ല. ഉണ്ടോ? പ്രത്യേകിച്ച് ബ്രാഹ്മണർക്ക് ആളടയിൽ നിന്ദിച്ചാൽ കൊന്നതിനേക്കാൾ ക്ഷീണമാണ്. അതുകൊണ്ട് ബ്രാഹ്മണരെ സംബന്ധിച്ച് അതാണ് അവരുടെ ധർമ്മം. അവരെ കൊല്ലുക പറഞ്ഞ അർത്ഥം എന്താ? അപമാനിച്ചു വിടുക. അതന്നെയാണ് കൊല്ലല്. ഇയാൾ അങ്ങനെ ചെയ്താൽ മതി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. മനസ്സിലാക്കി. ഓരോരുത്തർക്കും ഓരോ ധർമ്മം, എല്ലാതിക്കലും ഒരേ ധർമ്മമായിക്കോളുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ വിട്ടു. പക്ഷെ എന്നെ വെറുതെ വിട്ടു എന്നല്ല തോന്നിയത്. അപാണ്ഡവമിതം കർത്തും, ഇനി പാണ്ഡവരുണ്ടാവരുത് എന്നുള്ള സങ്കല്പത്തിൽ ഒരു അസ്ത്രം അങ്ങോട്ട് അയച്ചു. അത് പാണ്ഡവരുടെ അടുത്തേക്ക് പോയില്ല. കാരണം കൂടെ നാരായണ കവചം, കൃഷ്ണനുണ്ട് കൂടെ. അത് നേരെ പോയത് എങ്ങട്ടാ? ഈ പാണ്ഡവരൊക്കെ വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിൽ അർജുനൻ കഴിച്ചത് സുഭദ്രയെ. സുഭദ്രയിലുണ്ടായ മകനാണ് അഭിമന്യു. അഭിമന്യു കല്യാണം കഴിച്ചത് ഉത്തരയെ. ആരെ? ഉത്തര ഗർഭിണിയായിട്ടിരിക്കുമ്പോഴാണ് ആര് മരിച്ചത്? അഭിമന്യു മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു. ഉത്തരയുടെ ഗർഭം, അതാണ് പരീക്ഷിത്ത്. അതാണ് പാണ്ഡവരുടെയും കൗരവരുടെയും അവസാനത്തെ വിത്ത് ബീജം. അവിടേക്കാണ് ആര് പോയത്? ആ അസ്ത്രം കണ്ട് ഉത്തരയുടെ ഗർഭത്തിലേക്ക് അങ്ങോട്ട് വന്നു. ഉത്തരയ്ക്ക് മനസ്സിലാക്കി എന്തോന്ന് ചൂട് തന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഉത്തര പാണ്ഡവരുണ്ട് അവിടെ. അവിടത്തേക്ക് പോയില്ല. ഭഗവാൻ ആ പഠിക്കൽ നിൽക്കുന്നുണ്ട്. ദ്വാരകയ്ക്ക് പോണോ വേണ്ടേ, പോണോ വേണ്ടേ, പോണം. ഉത്തര വരേണ്ട സമയം എന്താ അവള് വരാത്തു എന്നുള്ള മട്ടില് ഭഗവാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആര് ചെന്നു? ഉത്തര ഓടിച്ചെന്ന് ഭഗവാന്റെ കാലുക്കലം കണ്ട് വീണ് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഭക്തി. ഇങ്ങനെയാണ് ഭജിക്കേണ്ടത്. ഉത്തരയുടെ ഭാവം ശരണാഗതി. ശരണാഗതി പറഞ്ഞാൽ മറ്റൊന്നും തനിക്ക് ആശ്രയമായിട്ടില്ല എന്നുള്ള ബോധ്യം. ഇവിടെ പാണ്ഡവരുണ്ടല്ലോ 5 പേര്. ആശ്രയിച്ചുകൂടായിരുന്നോ? എന്തേ ആശ്രയിക്കാഞ്ഞു? ധർമ്മപുത്രനുണ്ടല്ലോ, അർജുനുണ്ടല്ലോ, ഭീമസേനുണ്ടല്ലോ. അല്ല, കരുത്തുള്ള ആളല്ലേ? പോയില്ല. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വതഭയം പശ്യേയത്ര മൃത്യു പരസ്പരം. ഭഗവാൻ, ഞാൻ അങ്ങയെ ആശ്രയിക്കുക. നാന്യം ത്വതഭയം പശ്യ, അങ്ങല്ലാണ്ട് വേറൊന്നും ഞാൻ അഭയമായിട്ട് കാണുന്നില്ല. അവർക്ക് ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെന്നെ വിഷമത്തിലാണ്. അവരടുത്ത് പോയി വിഷമം പറഞ്ഞാൽ അവർ വേറൊന്നും കേട്ട് പറയും. അപ്പൊ നമുക്ക് തോന്നും ഞാനാ പിന്നെ ഭേദം. ഇതാണ് ലോകത്തിലെ കഥ. നമ്മൾ നമ്മളെ വിഷമം പറഞ്ഞു നോക്കൂ. അപ്പൊ അവർ പറയും എന്നാ ഞാൻ എന്റെ കഥ പറയട്ടെ. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം. അപ്പൊ നമ്മൾ തന്നെയാണ് ക്ഷേമം തോന്നും. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. എത്ര മൃത്യുഹു പരസ്പരം. അവർക്കുണ്ട് ക്ലേശങ്ങൾ, അവർക്കുണ്ട് വിഷമം. സ്വയം കെട്ടിൽപ്പെട്ട ആൾക്ക് വേറൊരാളെ കെട്ടഴിക്കാൻ പറ്റുമോ? മുക്തനായ ആള് ഭഗവാൻ മാത്രമാണ്. ഇവിടെ കെട്ടഴിക്കാൻ സാധിക്കുക ഭഗവാന് മാത്രമാണ്. അവർക്കും പ്രശ്നങ്ങളുണ്ട്. അസുഖം വരും, രോഗം വരും, പല പ്രശ്നങ്ങളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പ്രയാസം. എന്തായാലും മരിച്ചു പോവല്ലോ. മരണത്തില്ലേണ്ടൊക്കെ പറ്റും. എത്ര മൃത്യുഹു പരസ്പരം. പക്ഷെ ഞാൻ ഉണ്ടതൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. ഏതുപോലെ പാമ്പിന്റെ വായിലെ തവള താഴത്തിരിക്കുന്ന ഭാര്യ തവളയോട് പറയാ പേടിക്കണ്ട ഞാനുണ്ട്. എന്താണ്? പാമ്പിന്റെ വായിലിരിക്കുക ഭർത്താവ്, താഴത്തിരിക്കുന്ന തവളയോട് പറയാ പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ, എന്തില്ലേ, പാമ്പ് വായടച്ച ഇയാളെ കഥ കഴിഞ്ഞു. ഇതുപോലെയാണ് നമ്മൾ, നിനക്ക് ഞാനുണ്ട് കേട്ടോ. ആരാദ്യം പോകുന്ന ആർക്കറിയാം. എത്ര മൃത്യുഹു പരസ്പരം. ഇത്രയുള്ളൂ നമ്മളെയൊക്കെ കഥ. അതുകൊണ്ട് ആരെ ഭജിക്കണം? ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്. അഭിദ്രവതി മാമീശ, ഞാൻ അങ്ങയെ ആശ്രയിക്കുകയാണ്. ഈ അസ്ത്രം എന്നെ ദഹിപ്പിച്ചോട്ടെ, എനിക്ക് പരാതിയില്ല. പക്ഷെ എന്റെ ഗർഭത്തിന് ആപത്തുണ്ടാവരുത്. ഭഗവാൻ ഈ കാര്യം മനസ്സിലാക്കി ആ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് ആ ഉത്തരാഗർഭത്തെ രക്ഷിച്ചു, അനുഗ്രഹിച്ചു. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയോണ്ടാണ് പരീക്ഷത്തിന് ഭാഗവതം കേൾക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മളെയൊക്കെ ആരെ അനുഗ്രഹിച്ചിട്ടുണ്ടാവണം? അതുകൊണ്ടാണ് ഇന്ന് ഭാഗവതം കേൾക്കാൻ സാധിക്കുന്നത്. നമ്മുടെയൊക്കെ അമ്മ ആരെ ആശ്രയിച്ചിട്ടുണ്ടാവണം? അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇരുന്ന് ഭാഗവതം കേൾക്കാൻ. അല്ലെങ്കിൽ പറ്റില്ല. പരീക്ഷത്ത് പറയാൻ പോവാനി മാതുശ്ചമേയ ശരണം ഗതായ. ഞാൻ ഉണ്ടായതിനു ശേഷം വലിയ നാമം ജപിക്കലുണ്ടായില്ല. അങ്ങനെയൊന്നും ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ഭജിക്കണ്ടായില്ല. ഒരു ചത്തപാമ്പൻ ഒരു മഹർഷിയുടെ തോട് കൊണ്ടുപോയി ഇടേണ്ടായുള്ളൂ. കുറച്ച് വേണ്ടാത്തത് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഭാഗവതം കേൾക്കാൻ എനിക്ക് യോഗമുണ്ടെങ്കിൽ എന്താ കാരണം? എൻ്റെ അമ്മ ഭഗവാന്റെ കാൽക്കൽ വീണിട്ടുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്.
അതുകൊണ്ട് എൻ്റെ അമ്മ ഭരിച്ചതുകൊണ്ട്, നല്ല അമ്മയ്ക്ക് പറഞ്ഞതുകൊണ്ടാണ് ഭാഗവതം കേൾക്കാൻ ഒരു ജീവന് സാധിക്കുന്നത്. നമ്മുടെ പുണ്യം കൊണ്ടൊന്നല്ല, പൂർവികർ ചെയ്ത പുണ്യത്തിന്റെ ഫലം, അവരനുഷ്ഠിച്ച ധർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഒരു ജീവൻ ഭാഗവതം കേൾക്കുന്നത്. അങ്ങനെ ഉത്തരയ്ക്ക് അനുഗ്രഹമായും കൊണ്ട് ഭഗവാൻ ആ ഗർഭത്തെ രക്ഷിച്ചു. ഈ കാഴ്ച കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് പിന്നെ സഹിച്ചില്ല. ഇനിയിപ്പോ നോക്കിയിരുന്നാ പറ്റില്ല, ആ ഭഗവാനെ നമസ്കരിക്കണം, നന്ദി പറയണ്ടേ. ആ മുത്തശ്ശി ഓടി വന്നു, ഭഗവാന്റെ കാലത്തിൽ വീണം കണ്ട് നമസ്കരിച്ചു. അതാണ് കുന്തി ദേവി, ഭഗവാന്റെ അച്ഛമ്പങ്ങളാണ്. തന്റെ സഹോദരന്റെ മകനെ എങ്ങനെ നമസ്കരിക്കുക? അച്ഛമ്പങ്ങൾ അങ്ങോട്ടാണ് നമസ്കരിക്കേണ്ടത്, രണ്ട് അച്ഛമ്പങ്ങൾ ഇങ്ങോട്ട് വന്ന് നമസ്കരിക്കല്ല. ഇതുവരെ പഠിച്ചു നിന്നു. എന്തായാലും സഹോദരന്റെ വസുദേവയുടെ ഉണ്ണിയല്ലേ, സഹോദരന്റെ മകനല്ലേ എന്ന് കരുതിയിരിക്കുന്നു. ഇനിയിപ്പം ഇത്രയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ച ആളെ നമസ്കരിച്ചില്ലെങ്കിൽ നന്ദി കേടാവില്ലേ? എല്ലാവരും ഉണ്ടോ നോക്കിയിട്ടൊന്നുമില്ല, അതൊന്നും ശ്രദ്ധിച്ചില്ല. ഓടി വന്ന ആ അമ്മ ഭഗവാനെ കണ്ട് നമസ്കരിക്കുകയാണ്. മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് വരുന്നത്. കാരണം നീ നമസ്കരിക്കണ്ട എന്ന് പറയണ്ട. ചിലപ്പം പറയേ, അച്ചോടല്ലേ മാറി നിൽക്കും, ഇങ്ങോട്ട് നമസ്കരിക്കുക, ഞാൻ അങ്ങോട്ടല്ലേ നമസ്കരിക്കേണ്ടത് എന്നൊന്നും നീ പറയാൻ നിൽക്കണ്ട കൃഷ്ണ, നിന്നെ ഞാനിപ്പം എൻ്റെ സഹോദരന്റെ മകനായിട്ടല്ല കാണേണ്ടത്. അതാണ് കുന്തിസ്തുതി. ഭാഗവത്തിലെ ആദ്യത്തെ സ്തുതിയായിട്ടാ പറയുക, വലിയ കേമാണ്. കുന്തിസ്തുതിയും ഭീഷ്മസ്തുതിയും പ്രഥമ സ്കന്ധത്തിലെ പ്രധാനം. നമസ്യേ പുരുഷം തുവാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം നമസ്യേ. ഞാൻ നമിക്കുകയാണ്, നമസ്കരിക്കുകയാണ് നിന്നെ. കൃഷ്ണനായിട്ട് കണ്ടിട്ടല്ല, വസുദേവന്റെ ഉണ്ണിയായിട്ട് കണ്ടിട്ടല്ല. നീ അതുകൊണ്ട് നമസ്കരിക്കണ്ട, പറയണ്ട. പുരുഷം തുവാദ്യം, ആദ്യനായ പുരുഷൻ. വസുദേവർക്കും ദേവകിക്കും ഒക്കെ അച്ഛനും അമ്മയായിട്ടുള്ള ആള് നീയല്ലേ. എന്താണ്, നീ ഇപ്പൊ അവരുടെ മകൻ എന്നുള്ള നാട്യത്തിൽ വന്നതല്ലേ, നീ ശരിക്കാരാ? ഇവരുടെ എല്ലാവരുടെയും സംരക്ഷണം ആണ്, എല്ലാവരുടെയും അച്ഛനും അമ്മയും ഭഗവാനാണ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ആദ്യം പുരുഷം, ഈശ്വരം പ്രകൃതേഹ പരം, ഈശ്വരനാണ്, നിയന്ത്രിക്കുന്നവനാണ്. എല്ലാത്തിനും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്, പ്രകൃതിക്കും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ഗുണങ്ങളൊന്നും ഭഗവാനെ ബാധിക്കില്ല. സത്വരജതമോ ഗുണങ്ങളൊന്നും ഭഗവാനെ ബാധിക്കില്ല. പ്രകൃതേഹേ പരം അലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഭഗവാനെ കാണാനും പറ്റില്ല. കാരണം എന്താ? എല്ലാ ദിക്കിലും ഉണ്ട്. എല്ലാ ദിക്കിലും ഉള്ളവനെ കാണാൻ പറ്റുമോ? വായു എല്ലാ ദിക്കിലും ഉണ്ട്, കാണാൻ പറ്റുമോ? ഉണ്ടോ? അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? കാറ്റടിച്ചു, എങ്ങനെ അറിഞ്ഞു? കണ്ടു. കാണുന്നു വേണ്ട, അപ്പൊ നമ്മൾ അറിയണം. ഇതേപോലെ ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ, അനുഭവിക്കാം, അതല്ലാതെ കാണാൻ സാധിക്കില്ല. അകത്തും പുറത്തുള്ളതിനെ എങ്ങനെ കാണും? ഒരു ഭാഗത്ത് മാത്രം ഇരിക്കുന്നതിനെ കാണാൻ പറ്റും. ഇപ്പൊ എന്നെ കാണാൻ പറ്റുന്നത് ഇവിടെ മാത്രം ഇരിക്കണോണ്ടാ. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കാൻ തുടങ്ങിയ പിന്നെ എങ്ങനെ കാണും? കാണാൻ സാധിക്കില്ല. അലക്ഷ്യം സർവഭൂതാനാം, എല്ലാ വസ്തുക്കളിലും. അന്തഃ ബഹിഃ ച അവസ്ഥിതം, അകത്തും പുറത്തും. ഉള്ളില് ഹൃദയത്തിലിരിക്കണോ, പുറത്തിരിക്കണത് ആരാ? പഞ്ചഭൂതങ്ങളായിട്ടിരിക്കണത് ആരാ? ഭഗവാൻ തന്നെയാണ്. ഹൃദയത്തിൽ അന്തര്യാമയായിട്ടിരിക്കണതും ഭഗവാൻ തന്നെ. ഈ ശരീരം എന്ന് പറയണതും അതും ഭഗവാൻ തന്നെയാണ്. ഓടിന്റെ അകത്തും, ഈ ഉരുളിയുടെ അകത്തും പുറത്തും ഓടല്ലേ, വിളക്കിന്റെ അകത്തും പുറത്തും ഓട്. ഇനി അകവും പുറമൊക്കെ ഉണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ പറയാണ് അകാണ് പുറാണ് ഒക്കെ ഓടന്നെ. ഇവിടെ മുഴുവൻ അങ്ങനെയേ ഉള്ളൂ. അതാണ് മായാജവനികാച്ഛന്നം. പക്ഷെ നമുക്കിത് അറിയാൻ പറ്റണില്ലല്ലോ. കാരണം പറഞ്ഞു തരാം. കുന്തിദേവി പറയാണ്, കാരണം എന്താ? മായയാകുന്ന ഒരു കർട്ടനം കണ്ടിട്ടു പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് കൃഷ്ണൻ. അല്ലെങ്കിൽ ഒളിച്ചിരിക്കാൻ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. കൃഷ്ണനും ഇഷ്ടപ്പെട്ട കളി ഒളിച്ചിരിക്കല. ഒളിച്ചിരുന്ന് നമ്മളിങ്ങനെ അന്വേഷിക്കുകയാണ്, അവിടെ ഇവിടെ പോയി കിട്ടണില്ല, എവിടെ പോയി അന്വേഷിക്കുകയാണ്. മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ. ലോക വിഷയങ്ങളുടെ പിന്നാലെ പോയാൽ കിട്ടുമോ? കുറെ ടി വി കണ്ടു നോക്കി, കുറെ കഴിച്ചു നോക്കി, കുടിച്ചു നോക്കി, തൊട്ട് നോക്കി, എവിടെ കിട്ടും? അകത്തേക്ക് നോക്കൂ. അന്തർമുഖ സമാരാധ്യ. ഉള്ളിലേക്ക് തിരിഞ്ഞാൽ ഭഗവാനെ കിട്ടും, പുറമേക്ക് നോക്കിയാൽ കിട്ടില്ല. ബ്രഹ്മാവ് നല്ലൊരു പണി ചെയ്തു. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറമേക്ക് വെച്ചു, കണ്ണ് പുറത്തേക്ക് വെച്ചു. അകത്തേക്ക് കാണാൻ പറ്റും. മൂക്ക് പുറമുള്ള ഗന്ധറിയാൻ പാകത്തിനാക്കി, ചെവി പുറമുള്ളത് കേൾക്കാൻ പാകത്തിനാക്കി. ഹൃദയം പിടിക്കണമെന്നും കേൾക്കണില്ലല്ലോ, ഉള്ളുള്ളതൊന്നും അറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നിട്ട് ഉള്ളിൽ പോയി ഭഗവാൻ ഒളിച്ചിരിക്കുക. ആരും നോക്കണ്ട, ഇവിടെ സുഖമായിട്ടിരിക്കാലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. മായാജവനികാച്ഛന്നം. ചിലരുടെ ആ കട്ടൻ നീക്കും. മായയെ നീക്കിയിട്ട് ആരെ കാണും? ഭഗവാനെ കാണും. മായാജവനികാച്ഛന്നമജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥ. നാട്യത്തിൽ അങ്ങോട്ട് ദ്രവിച്ചാൽ നടനെ മറന്നു പോകാറില്ല. ഭഗവാനാണ് ഇവിടെ ഉള്ള എല്ലാമായിട്ട് നിൽക്കുന്നത്.
ഓരോന്നായിട്ട് നിൽക്കുമ്പോൾ ഭഗവാന്റെ അഭിനയം, ഭാര്യയായിട്ട് അങ്ങോട്ട് വന്ന് നിൽക്കണത് ആരാ? ഭഗവാനാണ്. ഇതിന്റെ ഭാര്യയായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത് കാണുമ്പോൾ കൃഷ്ണ തോന്നുന്നില്ല. മക്കളായിട്ട് വന്ന് അങ്ങനെ കൊഞ്ചന സമയത്ത് നമ്മളങ്ങോട്ട് അതിൽ ഭ്രമിച്ചു പോവുകയാണ്. ഇതാരാ തോന്നണില്ല? ഭഗവാനെ തോന്നിയോ? തോന്നിയില്ല. ശത്രുവായിട്ട് വന്നിങ്ങനെ ചീത്ത വിളിക്കുമ്പോഴേ തോന്നില്ല കേട്ടോ ഭഗവാനാണ്. അതൊക്കെ ആരാ? ഭഗവാന്റെ അഭിനയത്തിൽ അങ്ങോട്ട് ഭ്രമിച്ച് നമ്മൾ ഭഗവാനെ മറന്നുപോയി. നമുക്ക് അറിയണ നടനാണെങ്കിലും അയാൾ അഭിനയിക്കാൻ തുടങ്ങി നമ്മൾ മറന്നുപോയില്ലേ? നമുക്കറിയാം പൃഥ്വിരാജ, അറിയാം. തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോയി. നമ്മൾ തന്നെ അതായിട്ട് മാറി. പിന്നെ അയാൾ കരയുമ്പോൾ നമ്മളും കരഞ്ഞു. തിയേറ്ററിൽ നിന്ന് വിട്ടു വരുമ്പോൾ ടപ്പലൊക്കെ ഇട്ടാ എന്നാലും പോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വരികയാണ്. എന്ത് അയാൾ നല്ല ലക്ഷങ്ങൾ വാങ്ങി, കോടികൾ വാങ്ങി, നമ്മളിപ്പോ 200 രൂപയും പോയി എന്നല്ലാതെ. എന്താ കാരണം? അതായിട്ട് ഭ്രമിച്ചു. താതാത്മ്യം. അത് ഞാൻ അങ്ങോട്ട് വിചാരിച്ച് ദുഃഖിക്കുകയാണ്. ആളെ മറന്നുപോയി. അറിയെങ്കിലും നമ്മൾ മറന്നുപോയി. തന്നെ നമ്മുടെ പ്രശ്നം. ഇതൊക്കെ ഈശ്വരൻ അറിയെങ്കിലും പള്ളിക്കലെ ആളുകൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് അങ്ങോട്ട് മറന്നുപോകും. മറന്നുപോകണം എന്തുകൊണ്ടാ? ഭഗവാന്റെ അഭിനയം കൊണ്ട്. എന്താ അർത്ഥം? ഭഗവാന്റെ അഭിനയം ബെസ്റ്റ് ആക്ടറാണ്, അതാണ് അർത്ഥം. നടോ നടൻ നാട്യധരോ യഥാ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ഭഗവാനെ തന്നെയാണ്. പക്ഷേ അറിവില്ലാത്തതുകൊണ്ട് അറിയണില്ല എന്ന് മാത്രം. ഭഗവാനെയാന്ന് അറിഞ്ഞിട്ടില്ല. പണ്ടൊരു ശിഷ്യൻ ഗുരുനാഥനോട് പറഞ്ഞു, ഞാൻ സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വേണോ ഏടാകൂടം, നമ്മുടെ ജീവിതം തന്നെ ഒരു സിനിമയാണ്. അതിൽ തന്നെ കോമഡി ട്രാജഡി ഒക്കെ ഉണ്ട്. ഇനിയിപ്പത് പോരാതിട്ട് ഇനിയിപ്പോ വേറെ പോയി കണ്ട് എന്തിനാ വെറുതെ ഇവിടെ ഇരുന്നാ പോരെ? അല്ല, കാണണം. കൂട്ടുകാരൊക്കെ പോയി കണ്ടു. ഞാൻ പോയി കണ്ടോളൂന്നും പറഞ്ഞു. പക്ഷെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതിൽ ഭ്രമിക്കാണ്ടിരിക്കണമെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. അവിടെ സ്ക്രീനേ ഉള്ളൂ. എന്താണ്? ഒരു വെളുത്ത സ്ക്രീൻ, വേറെ ഒന്നുമില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ പലതും ഇങ്ങനെ തോന്നും. പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും. വാസ്തവത്തിലൊന്നുമില്ല. എന്തേ ഉള്ളൂ? സ്ക്രീനേ ഉള്ളൂ. അത് നീ എപ്പോഴും ഓർക്കണം. എന്തേ ഉള്ളൂ? ആ പാട്ട് കാണുമ്പോഴും ഡാൻസ് കാണുമ്പോഴും തമാശ പറയുമ്പോഴും ഒക്കെ നീ മനസ്സിലാക്കണം, അവിടെ ഉള്ളത് സ്ക്രീൻ മാത്രമാണ്. ചിലപ്പോൾ അവിടെ വെള്ളപ്പൊക്കം വന്നൊക്കെ വരും. നീ എണീറ്റ് കൊടുക്കും വേണ്ട. അതവിടെയാ. ചിലപ്പോൾ തീപിടുത്തം. അപ്പോൾ മനസ്സിലാക്കുക, അതൊക്കെ ആ വെളുത്ത സ്ക്രീൻ, അതാണ് സത്യം. അതൊക്കെ ഇങ്ങനെ ഇല്ലാത്തത് കാണിക്കുക, അത്രയേ ഉള്ളൂ എന്നൊക്കെ അറിയണമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു പോയിരുന്നു. പക്ഷെ തുടക്കത്തിൽ തോന്നി സ്ക്രീനല്ലേ, എന്താ ഇത് അറിയാൻ മാത്രമുള്ളത്, വെളുത്ത സ്ക്രീൻ എന്താവും, ഇതിപ്പോ മനസ്സിലാക്കാനാ ബുദ്ധിമുട്ട്. പക്ഷെ ലൈറ്റ് വീണ് അങ്ങോട്ട് അടിച്ചപ്പോൾ സ്ക്രീൻ കാണില്ല. അപ്പോഴേക്കും നാറ്റി നല്ല മനോഹരമായ പുഴ വന്നു. നമ്മുടെ നടൻ, നായകനെത്തി, നായിക എത്തി, പാട്ട്, ഡാൻസ്, ആഹാ എന്ത് രസം. അതിൻ്റെ ഇടയ്ക്കൊക്കെ അദ്ദേഹം നോക്കി സ്ക്രീൻ എവിടെ പോയി. ഇടയ്ക്കൊക്കെ ഓർമ്മ വരും ഗുരുനാഥൻ പറഞ്ഞത്, സ്ക്രീൻ എവിടെ എവിടെ കാണുന്നു, ഒരു രക്ഷയില്ല. അവസാനം ആ ലൈറ്റ് അങ്ങോട്ട് ഓഫായപ്പോൾ സ്ക്രീൻ കണ്ടു, ആശ്വാസമായി. പോയില്ല, അവിടെ ഉണ്ട് എന്തായാലും. തിരിച്ച് നാണം, ലജ്ജയോട് കൂടിയാ വരുന്നത്, തല താഴ്ത്തിക്കൊണ്ട്. ചോദിച്ചു, ഗുരുനാഥൻ എന്തേ പറ്റി? ശ്രമിച്ചു, പക്ഷെ പാളിപ്പോയി. ആദ്യത്തിലും സ്ക്രീൻ കണ്ടു, അവസാനത്തിലും കണ്ടു, പക്ഷെ ഇടയ്ക്ക് വെച്ച് ഞാൻ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. ഗുരുനാഥൻ പറഞ്ഞു, വിഷമിക്കണ്ട, നീ കണ്ടത് സ്ക്രീൻ തന്നെയാ. എന്താണ്? നീ അത് അറിഞ്ഞില്ല എന്ന് മാത്രം. നീ കണ്ടത് സ്ക്രീനാണ്. നീ ഇപ്പൊ അതിൽ കണ്ടു. നടനെ പോയി തൊട്ടാൽ, നമ്മുടെ മോഹൻലാലിനെ പോയി തൊട്ടാൽ മോഹൻലാൽ അറിയോ? മോഹൻലാൽ അറിയൊന്നുമില്ല. നമ്മൾ തൊടുന്നത് എന്താ? സ്ക്രീനാ. നായികയെ പോയി തൊട്ടാൽ നായിക അറിയോ? തൊടുന്നത് ആര്യ? സ്ക്രീനാണ്. ആ നദി പോയി തൊട്ടാൽ നദി അറിയോ? തൊട്ടത് ആര്യ? സ്ക്രീനെയാണ്. ഇതുപോലെ നമ്മൾ ഭാര്യയെ തൊട്ടാൽ തൊടുന്നത് ആര്യ? ഭഗവാനെയാണ്. ഇത് അറിയണില്ല. അറിയാത്തത് ഇപ്പം എന്ത് ചെയ്യാനാ? വിവേകികൾ അത് അറിയുന്നു, അറിഞ്ഞും കൊണ്ട് തൊടുന്നു. തൊടാണ്ടിരിക്കണില്ല, അറിഞ്ഞും കൊണ്ട് തൊടുന്നു, മറ്റത് അറിയാണ്ട് തൊടുന്നു. ശത്രുവാണ്, ശത്രുവിന്റെ ഭാവത്തിൽ നിൽക്കുന്നത് ഭഗവാൻ, അത് അറിഞ്ഞും കൊണ്ട് പെരുമാറുന്നു. അത്രയേ ഉള്ളൂ. പല ഭാവത്തിൽ നിൽക്കുന്നത് ഒരേ ഒരു ഭഗവാൻ, ഉള്ളത് സ്ക്രീൻ മാത്രം. ഇവർക്കൊക്കെ അടിസ്ഥാനം എന്താ? സ്ക്രീൻ അവിടെ അല്ലെങ്കിൽ വല്ലതും നടക്കൂ? ഇല്ല. ഭഗവാനില്ലെങ്കിൽ വല്ലതും നടക്കൂ? ഉള്ളത് ഭഗവാനാണ്. ആ ലൈറ്റ്, അതാണ് മായ. മായ അങ്ങോട്ട് അടിച്ചപ്പോഴേക്കും പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ടായി? ഒരു സ്ക്രീനിൽ പലതും. വെള്ളപ്പൊക്കം ഉണ്ടായി, തീപിടുത്തം ഉണ്ടായി, ഒന്നും ഉണ്ടായില്ല. ഒക്കെ മായയാണ് അതിന് കാരണം. അതങ്ങോട്ട് ഓഫായപ്പോഴും ഉള്ളത് സ്ക്രീൻ, അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടുമില്ല എന്ന ബോധ്യമായി. ഇതുപോലെ അറിവുണ്ടായാൽ, മായ നീങ്ങിയാൽ ഉള്ളത് ഈശ്വരൻ മാത്രം എന്നുള്ള ബോധ്യം ഉണ്ടാവും എന്നാണ് ഇപ്പൊ ആര് പറഞ്ഞത്? കുന്തിദേവിയെ. എത്ര അറിവ് ആ അമ്മയ്ക്ക്! മായാജവനികാച്ഛന്നമജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശാ നടോ നാട്യധരോ യഥ. പക്ഷെ ഈ തത്വങ്ങളൊക്കെ പരമഹംസന്മാരായ മുനിമാർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസം എന്നിരിക്കെ കേവലം മൂഢയും അബലയും സ്ത്രീയുമായ എനിക്ക് പറ്റുമോ കൃഷ്ണ? സംഗതി നീ നിർഗുണ പരബ്രഹ്മാന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിഷ്ടം എങ്ങനെ ഭജിക്കാനാന്ന് വെച്ചിട്ടുണ്ടോ?
കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ആണ് ബുദ്ധിസ്തുതി, വളരെ കേമായിട്ടുള്ള ഭാഗം. അതിൽ പ്രധാനപ്പെട്ട ശ്ലോകം. പലർക്കും ഇത് ഭാഗവതിലെന്ന് അറിയില്ല, കുന്തിസ്തുതി ഒന്നും അറിഞ്ഞോളന്നില്ല. പക്ഷെ ചെറുപ്പത്തിൽ ഇത് കേട്ടിട്ടുണ്ടാവും, പരമ്പരയായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഈ ശ്ലോകം. തൊഴുത് നമസ്കരിക്കാറൊക്കെ പതിവുണ്ട്. അത് ഭാഗവതിത്യ കുന്തിദേവിയുടെ സ്തുതിയാണ്. സംഗതി ഭഗവാൻ നിർഗുണ പരബ്രഹ്മമാണെന്ന് ബുദ്ധി കൊണ്ട് അറിയാം. പക്ഷെ നമുക്ക് ആശ്രയിക്കുമ്പോ എങ്ങനെ വേണം? പറ്റുമോ? നിർഗുണ പരബ്രഹ്മമേ ഒന്നും വിളിക്കണ്ട, എന്ത് വിളിച്ചാൽ മതി? കൃഷ്ണായ മതി. കാരണം നമുക്ക് കണ്ണും മൂക്കൊക്കെ ഉള്ള സ്ഥിതിക്ക്, ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക്, മനസ്സൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് സഗുണനായിട്ട് കാണലാണ് എളുപ്പം. പക്ഷെ അറിയണം ബുദ്ധി കൊണ്ട് ഇത് നിർഗുണനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് സഗുണമായിട്ട് ഉപാസിക്കാം എന്നാണ്. ഇതാണ് പദ്ധതി. ഭഗവാനെ കിട്ടാനുള്ള വഴി പറയാ. കൃഷ്ണായ വാസുദേവായ, നീ പരബ്രഹ്മമാണെങ്കിൽ നീ ഇപ്പം വന്നത് എന്റെ സഹോദരന്റെ പുത്രനായിട്ടല്ലേ? വസുദേവൻ എത്ര ഭാഗ്യവാനാ, നിന്റെ അച്ഛനാവാൻ സാധിച്ചില്ലേ? ദേവകീ നന്ദനായ ച, ദേവകി എന്ത് ഭാഗ്യം ചെയ്തു, എനിക്ക് നിന്നെ പ്രസവിക്കാനൊന്നും പറ്റില്ലല്ലോ, അച്ഛമ്മങ്ങളാവാനല്ലേ പറ്റിയുള്ളൂ. ദേവകിക്കോ പെറ്റമ്മ എന്നുള്ള പേര് കിട്ടിയില്ലേ? ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ, നന്ദരെന്ത് ഭാഗ്യം ചെയ്തു, കൊഞ്ചി നിന്റെ അച്ഛ എന്നുള്ള വിളി കേട്ടതാരാ? വസുദേവര് കേട്ടില്ല. വസുദേവര് 11 വയസ്സ് കഴിഞ്ഞിട്ടേ കൃഷ്ണനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആ കുട്ടിക്കാലല്ലേ ഏറ്റവും മനോഹരം. ആ ഒരു 11 വയസ്സ് വരെ നിന്നെ ലാളിക്കാനും എടുത്തുകൊണ്ട് നടക്കാനും ഒക്കെ നന്ദഗോപർക്ക് സാധിച്ചില്ലേ? എന്ത് ഭാഗ്യം ചെയ്തു. ഗോവിന്ദായ, ആ ഗോകുലവാസികൾ എന്ത് ഭാഗ്യം ചെയ്തു നിന്റെ ഈ മനോഹരമായിട്ടുള്ള രൂപം. അത് കാണാനും നിന്റെ കൂടെ കളിക്കാനൊക്കെ ആ ഗോപികൾക്കും ഗോപന്മാർക്കും ഒക്കെ സാധിച്ചില്ലേ? പശുക്കുട്ടികൾക്ക് സാധിച്ചില്ലേ? ഗോവിന്ദായ നമോ നമ. അല്ല, നീ എന്നെയും അനുഗ്രഹിച്ചിട്ടുണ്ട് ഇല്ല പറയാൻ പറ്റില്ല. പെറ്റമ്മയേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം അമ്മയെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചത് 11 വയസ്സ് കഴിഞ്ഞിട്ടാ. കംസൻ അടച്ചതാണ്, അച്ഛനമ്മയും ജയിലിട്ടതാ. കൃഷ്ണൻ മധുരയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മോചിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് എപ്പോഴെപ്പോഴൊക്കെ ദുഃഖം ഉണ്ടാവണം, അപ്പോഴൊക്കെ നീ ഓടി വന്ന് എന്നെ രക്ഷിച്ചില്ലേ? അപ്പൊ സ്നേഹം നിനക്ക് നിന്റെ അമ്മയോടോ എന്നോടോ? ഇങ്ങനെ ഭക്തന്മാർ വിചാരിക്കുക. ഭഗവാൻ ഏറ്റവും പ്രിയം എന്നോട് തന്നെയാണ്. എന്നെ ഇങ്ങനെ ദുഃഖിപ്പിക്കണതൊക്കെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഞാൻ വഴി തെറ്റുണ്ടാകാനില്ല. ഞാൻ അഹങ്കരിക്കണത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഭക്തന്മാർ വിചാരിക്കുള്ളൂ. അങ്ങനെയാണ് കുന്തിദേവി വിചാരിച്ചത്. വിഷാൻ മഹാത്മേഹേ, ഓരോ സന്ദർഭം എടുത്ത് പറഞ്ഞ് നന്ദി പറയുക. ഭീമനെ കൊല്ലാൻ നോക്കിയില്ലേ വിഷം കൊടുത്തിട്ട്? ആരെ രക്ഷിച്ചത്? ഭഗവാനെ, അങ്ങയുടെ കാരുണ്യല്ലേ. ഒരുപക്ഷെ ഭഗവാൻ നേരിട്ടിട്ട് വന്നിട്ടുണ്ടാവില്ല. ആര് വന്ന് രക്ഷിച്ചു? അയാളെ വിട്ടതാരാ? അത് ഭഗവാനാണ്. എന്താ സംശയം? മഹാഗ്നേഹെ, അരക്കില്ലത്തിൽ വെച്ച് ചുട്ടുകൊല്ലാൻ ശ്രമിച്ച സമയത്തും ഭഗവാനെ അങ്ങനെ അനുഗ്രഹിച്ചില്ലേ? രാക്ഷസന്മാരുടെ കയ്യിൽ രക്ഷിച്ചില്ലേ? അസൽ സഭായ, ആ വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലി പാവം ദുശാസനൻ ദുര്യോധനന്റെ വാക്ക് കേട്ട്, കർണനാണ് പ്രേരിപ്പിച്ചത്. പാഞ്ചാലിയെ കൊണ്ടുവന്നിട്ട് വസ്ത്രം അഴിച്ചാൽ അവർക്ക് സങ്കടവും, അങ്ങനെ അപമാനിക്കാം. പാഞ്ചാലിയെ പണം വെച്ച് ചൂത് കളിച്ചു. അവസാനം തോറ്റ സമയത്ത് പാഞ്ചാലിയെ കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്യണ സമയത്ത് പാവം 5 ഭർത്താക്കന്മാരുണ്ടായി. എന്നിട്ടും അവള് വിളിച്ചു കരഞ്ഞു, ആരും സഹായിച്ചില്ല. പണയം വെച്ചു. തന്റെ അല്ല, ഇനി പടപെടാൻ പറ്റൂ. 5 ഭർത്താക്കന്മാരുണ്ടായിട്ട് അവർ തല താഴ്ത്തി നിൽക്കുകയുണ്ടായത്. വലിയ കേമനായ ഭീഷ്മർ അവിടെ ഉണ്ടായിട്ട് അദ്ദേഹം ഒന്ന് കണ്ണുരുട്ടിയാൽ മതിയായിരുന്നു. ഒന്നും പറഞ്ഞില്ല. കാരണം ശമ്പളം തരേണ്ടത് ദുര്യോധന. അത് നിൽക്കും. ഇപ്പൊ തീർത്താൽ ഇനി ശമ്പളം കിട്ടില്ല. അതുകൊണ്ട് അധർമ്മത്തിന് കൂട്ടുനിന്നില്ലേ? അതിന്റെ ഫലം അദ്ദേഹം അനുഭവിച്ചില്ലേ? പിന്നെ അതല്ലേ കുറച്ച് ദിവസം ICU കിടന്നത്. ശരശയ്യ എന്തിനാ ഭീഷ്മർക്ക്? ഇതിനാണ്. താൻ ചെയ്ത് താൻ അനുഭവിക്കണം. അത് ഭീഷ്മരാണോ കുന്തിദേവിയാണോ ഉള്ള ചോദ്യമൊന്നുമില്ല. ആരായാലും ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പോഴാരേ ഉണ്ടായുള്ളൂ. പാവം ഭർത്താക്കന്മാരെ വിളിച്ച് കരഞ്ഞു, അവർക്കാർക്കും സാധിച്ചിട്ടില്ല. അവസാനം നിവൃത്തില്ലാണ്ട് ആ ഭക്തയായിട്ടുള്ള പാഞ്ചാലി ഹാ കൃഷ്ണ ദ്വാരകാവാസിൻ, കൃഷ്ണ എന്ന് വിളിച്ചു. ഭഗവാൻ സന്തോഷം, വിളിച്ചല്ലോ. നോക്കിയിരുന്നു, എന്താ ഇവിടെ വിളിക്കാത്തത്? പ്രശ്നം വരുമ്പോ ഒക്കെ വിളിക്കേണ്ടതാണല്ലോ, എന്താ വിളിക്കാത്തത്? എന്താ ഈ ഭർത്താക്കന്മാരെ പിന്നാലെ പോയത്? അവർക്കൊന്നും രക്ഷിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഹാ കൃഷ്ണ. ഭഗവാൻ സന്തോഷമായി. അങ്ങോട്ട് സാരി കൊടുക്കാനായിട്ട് ഭഗവാൻ ഒരുങ്ങിയപ്പോഴേക്ക് അടുത്ത വരി ദ്വാരകാവാസിൻ. അയ്യോ, അത് പറ്റി. കാരണം എന്താ വെച്ചാൽ ദ്വാരകയിൽ ഇരിക്കുന്ന കൃഷ്ണനെ വിളിച്ചത്. ഇനിയിപ്പോ എങ്ങോട്ട് പോകണം? ഇപ്പൊ ദ്വാരകയിൽ പോകണം. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ അവരുടെ ഭാവം ദ്വാരകയിൽ ഇരിക്കുന്ന കൃഷ്ണനാണെങ്കിൽ അങ്ങനെ തന്നെ അനുഗ്രഹിക്കുള്ളൂ. ഭഗവാന്റെ ഒരു രീതി എങ്ങനെയാണ്? ഏ യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം. ഇങ്ങോട്ട് എങ്ങനെയാ കാണുന്നത് വെച്ചാൽ അങ്ങനെ തന്നെ അങ്ങോട്ട്. ഇങ്ങോട്ട് ശത്രുത കാണിച്ചാൽ അങ്ങോട്ട് ശത്രുത.
എന്നിട്ട് ഭക്തനാണെന്നാണെങ്കിൽ അങ്ങോട്ട് ഞാൻ തന്റെ ഭക്തനാടോ. ഉദ്ധവർ പറഞ്ഞു ഞാൻ അങ്ങയുടെ ഭക്തനാണ്. ഭഗവാൻ പറഞ്ഞു അല്ല ഉദ്ധവ, ഞാൻ ഉദ്ധവന്റെ ഭക്തനാണ്. അംബരീഷൻ പറഞ്ഞു ഞാൻ ഭഗവാന്റെ ഭക്തനാണ്. ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ അഹം ഭക്തപരാധീന, ഞാൻ അംബരീഷന്റെ ഭക്തനാണ്. ഞാൻ ധ്യാനിക്കുന്നത് അംബരീഷനെയാണ്. എന്റേതായിട്ട് ഒന്നുമില്ല, ഞാനൊക്കെ അംബരീഷന് കൊടുത്തു. ഏ യഥാമാം പ്രപദ്യന്തേ, ഇങ്ങോട്ട് എങ്ങനെയാ വെച്ചാൽ അങ്ങോട്ടും അങ്ങനെ. ഭഗവാനെ ഉണ്ണിയായിട്ട് കണ്ട ഭഗവാൻ നമ്മളെ അമ്മയായിട്ടും അച്ഛനായിട്ടും കാണും. ഇങ്ങോട്ട് എങ്ങനെയാ എന്ത് ഭാവം വെച്ചത് അതിനനുസരിച്ചാണ് അനുഗ്രഹം. അതുകൊണ്ട് ഇവിടെ ദ്വാരകയിലുള്ള കൃഷ്ണനെ വിളിച്ചാൽ പിന്നെ അങ്ങോട്ട് പോകണ്ടേ. കുറച്ച് സാരി പോയി, ഉടനെ മാറി. ഹൃദയ കമലവാസിൻ, ഹൃദയത്തിലിരിക്കുന്ന കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു വെരി ഗുഡ്, അങ്ങനെ വിളിക്കൂ. പിന്നെ ദൂരത്തല്ലല്ലോ, ഹൃദയത്തിന് പുറത്തേക്ക് വരാൻ വലിയ സമയം വേണ്ട. പുറത്തേക്ക് അങ്ങോട്ടെത്തി. ക്രന്ദന്ത്യായ അജ്ഞസൈന്യാസകരുണമകൃതാഹ ചേലമാലാനന്ദാം, അനന്തങ്ങളായിട്ടുള്ള ചേല കൊടുത്ത് ആ പാഞ്ചാലിയുടെ മാനം കാത്തു ആര്? കൃഷ്ണൻ. ദുശാസനൻ കുറെ അഴിച്ചഴിച്ച് അവസാനം ബോറടിച്ച് നിർത്തി. വൈകുന്നേരമായിട്ടും കഴിയും, സാരി കഴിയണ്ടേ. ഒരു ഭാഗത്ത് ഭഗവാൻ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണു, വേറൊരു ഭാഗത്ത് അഴിച്ചുകൊണ്ടിരിക്കണു. ആ പാഞ്ചാലിയുടെ മാനം കാത്തു. 5 ഭർത്താക്കന്മാർക്ക് ഉണ്ടായിട്ടും അവർക്ക് സാധിച്ചില്ല. ആര് വേണ്ടി വന്നു? ഭഗവാൻ വേണ്ടി വന്നു. സ്ത്രീകളുടെ മാനത്തിന് ഇത്ര അധികം വില കൽപ്പിക്കുന്ന ഒരു പുരുഷൻ ലോകത്ത് വേറല്ല. എന്നാലും ഭഗവാനെ പറ്റി നമ്മൾ പറയാൻ മറ്റേ പാട്ടാ, ഗോപസ്ത്രീകട്ടെ തൊഴിലും വാരിക്കൊണ്ടറിയാലിൻ കൊമ്പത്തിരുന്നോരു ശീലക്കേടുകൾ നമ്മൾ പറയാ. ശീലക്കേടൊന്നും കാണിച്ചിട്ടില്ല, ഞാൻ കഥ വേറെ പറയാം. സ്ത്രീകളുടെ മാനത്തിന് ഇത്ര അധികം വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്ത് വേറെ ഇല്ല. അങ്ങനെ അനുഗ്രഹിച്ചു. ദുർവാസാവിന്റെ ശാപത്തെ രക്ഷിച്ചില്ലേ, കാട്ടിൽ പെട്ടു. അപ്പോഴും ഭഗവാൻ അനുഗ്രഹിച്ചു. അവർക്കൊരു പാത്രം കിട്ടി, എന്ത് വേണമെങ്കിലും വിചാരിച്ചുണ്ടാവും. പാഞ്ചാലി ഊണ് കഴിച്ചാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അന്ന് നേരത്തെ പാഞ്ചാലി ഒരു 1:15 കഴിച്ചു. ദുർവാസ മഹർഷിയെ വിട്ടതാ ദുര്യോധന, പോയി അനുഗ്രഹിക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞു മെല്ലെ വിട്ടതാ. മെല്ലെ പോയാൽ തിരക്കൊന്നുമില്ല, മെല്ലെ പോയാൽ മതി എന്നും പറഞ്ഞു. അവള് ഭക്ഷണം കഴിച്ച് കഴിയണം, എന്നിട്ട് വേണം ഇളത്താൻ. അവിടേക്ക് എത്തിയ സമയത്ത് 2 മണി 2:15 ഉണ്ടാവും. ഊണ് കഴിച്ചു വലിയ ഒന്നും ധർമ്മപുത്രൻ അന്വേഷിച്ചില്ല യുധിഷ്ഠിരനെ. മഹർഷേ കൈ കഴിക്കേണ്ടിരുന്നോളൂ, ഊൺ തയ്യാർ. ഒന്നും അന്വേഷിക്കണ്ടേ, ഉണ്ടോ ഇല്ലേ കഴിഞ്ഞോ എന്നൊക്കെ ഒന്നും അന്വേഷിച്ചില്ല. അവസാനം അദ്ദേഹം കുളിക്കാൻ പോയപ്പോഴാണ് പാഞ്ചാലിയോട് പറഞ്ഞത് ഊണുണ്ടാക്കി വെച്ചോളൂ, ഇപ്പൊ ആള് വരുന്നു പറഞ്ഞു. പാഞ്ചാലി പറഞ്ഞു ഞാൻ കഴിച്ചു കഴിഞ്ഞു കൊന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പം തയ്യാറായിട്ട് നിൽക്കുക. അയാൾ ചവിക്കും ഉറപ്പാൻ. എന്താ ആവണ്ടോ എന്നുള്ളത് വിചാരിക്കുക. കല്ലാവണോ ഉള്ളാവണോ എന്താവേണ്ടത് വെച്ചാൽ തയ്യാറായിട്ട് നിൽക്കുക. എന്ത് ചെയ്യും? അതിനിടയ്ക്കൊന്ന് കൃഷ്ണ എന്ന് മനസ്സിലൊന്ന് വിചാരിച്ചപ്പോഴേക്കും ആര് വന്നു? അവിടെ സത്യഭാമയുടെ കൂടെ ഊണൊക്കെ കഴിച്ച് പൂവമ്പഴം കഴിച്ചിരിക്കുക ഭഗവാൻ. അപ്പോഴാണ് ആര് വിളിക്കുന്നത്? കാട്ടുന്നേ. പാഞ്ചാലി കൃഷ്ണ എന്ന് കണ്ട് വിളിച്ചോന്നൊരു സംശയം. അവിടെ നിന്ന് കണ്ട് എണീറ്റു. ആര് പോകുന്നു? ഭഗവാൻ കാട്ടിലെത്തി. നല്ല വിശപ്പ് പാഞ്ചാലി. കൃഷ്ണ കൃഷ്ണ എന്നുള്ള പേര് ആർക്കുണ്ട്? പാഞ്ചാലിയുടെയും പേര് കൃഷ്ണ എന്നാണ്. എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? വേശിച്ചിട്ട് വയ്യ. ഈ കാട്ടിൽ പോയിട്ട് ഒരു സംഗതി പടില്ല. അപ്പൊ പാഞ്ചാലി പറഞ്ഞു ഇങ്ങനെ പരീക്ഷിക്കരുതിട്ടോ. ദുർവാസാവ് പോയിട്ടുണ്ട്, അപ്പൊ എന്താ ഉണ്ടാവാൻ ഇഷ്ടമില്ല. അയാൾക്കെന്നെ കൊടുക്കാനൊന്നുമില്ല. അപ്പോഴാണ് നിന്റെ വക വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കണത്. അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നോക്കി നോക്കൂ, ആ ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഇവിടെ, മറ്റേ പാത്രം, അക്ഷയപാത്രം. 3 മാസം മുന്നേറ്റൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പഴയതൊക്കെ ഉണ്ടാവും. ഞാൻ തന്ന പാത്രമല്ലേ, ഒന്ന് എടുത്തു നോക്കൂ എന്ന് പറഞ്ഞു. ഇല്ല, അത് കഴുകി കമഴ്ത്തി വെച്ചതാണ്. ഇല്ല, എടുത്തു നോക്കൂ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞപ്പം ആ പാത്രം എടുത്ത് നോക്കിയപ്പം ശരിയാ, ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ചീരയുടെ ഇല. അതങ്ങോട്ട് എടുത്തു. ഭഗവാൻ കഴിച്ചു, ലേശം വെള്ളം കുടിച്ചു. കുമ്പ നിറഞ്ഞു കിട്ടോ എന്നൊക്കെ പറഞ്ഞ് ആര് പോയി? എന്തിനിപ്പോ ഇങ്ങനെ ഒരു അഭിനയം എന്ന് അവരും വിചാരിച്ചു. പക്ഷെ അതോടുകൂടി എന്താ ഉണ്ടായത്? ഭഗവാൻ അങ്ങോട്ട് ഊണ് കഴിച്ച് വയറങ്ങോട്ട് നിറഞ്ഞപ്പോഴേക്കും ദുർവാസാവിന്റെ വയർ നിറഞ്ഞു. വിശ്വം വിഷ്ണു മതി, അധികം നാമങ്ങളൊന്നും ആവശ്യമില്ല. വിശ്വം തന്നെ വിഷ്ണു. വിഷ്ണുവിന് വയർ നിറഞ്ഞാൽ പിന്നെ വിശ്വത്തിലുള്ള എല്ലാവർക്കും വയർ നിറയില്ല. ഇവിടെ ദുർവാസാവിന്റെ വയർ നിറയാണ്ടിരിക്കും. 1000 സദ്യ ഒരുമിച്ചുണ്ട പോലെ ഈ ദുർവാസാവ് മഹർഷി തിരിച്ചു വന്ന് ശപിക്കേണ്ട ആളായിരുന്നു. പക്ഷെ ഊണ് കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു പോകാൻ തന്നെ തോന്നിയില്ല. വേഗം മുകളിട്ട് പോയി അക്കരെത്തി എണീറ്റ് പോകാണ്ടായതാര്? ദുർവാസാവ് മഹർഷി. ശപിച്ചില്ല. ആ ശാപത്തിന് ആര് രക്ഷിച്ചു? ഭഗവാനല്ലേ രക്ഷിച്ചത്. എത്ര എത്ര സന്ദർഭം. ഇപ്പതാ ഉത്തരയുടെ നേരെ വന്ന അസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചത് ആരാ? കൃഷ്ണനല്ലേ. എത്ര നന്ദി പറഞ്ഞാൽ മതിയാവും. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കൃഷ്ണ ആപത്ത് ഇങ്ങനെ വരട്ടെ അമ്മയ്ക്ക്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പാടും. ആപത്ത് ഇഷ്ടണ്ടായിട്ടല്ല കൃഷ്ണ, പിന്നെയോ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് നല്ല കാലം ഉണ്ടാകുമ്പോൾ നിന്നെ ഈ വഴിക്ക് കാണാറില്ല. പക്ഷെ ആപത്ത് അങ്ങോട്ട് വരുമ്പോഴേക്കും ആരുണ്ടാവും? ആപത്ത് ആ പഠിക്കലെത്തുമ്പോഴേക്കും ഭഗവാൻ സിറ്റ് ഔട്ടിലുണ്ടാവും. അതാ ഗേറ്റ് കിടക്കുമ്പോഴേക്കും ആരെത്തിയിട്ടുണ്ടാവും. അതിന് തടയാൻ പാകത്തിന് നീ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് മുഖ്യം നിന്നെ കാണല. അത് ആപത്താണോ സമ്പത്താണോ എന്നുള്ള വിഷയം
ഇല്ല. വിപതഃ സന്തു നശ്യശ്വത്തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത് സ്യാത് അപുനർഭവ ദർശനം. അങ്ങനെ അനുഗ്രഹിക്കില്ലേ? നിന്റെ നാട്യം അപാരാണ്. യശോദയെ പറ്റിക്കാനായിട്ട് ഓടി നടന്ന് പിന്നാലെ യശോദ വരുന്ന രംഗം അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്തോ വെണ്ണ കട്ടുന്നോ തൈര് കലം പൊട്ടിച്ചുന്നോ എന്തോ പറഞ്ഞ് യശോദാമ്മ പിന്നാലെ വരുമ്പോൾ നീ അഭിനയിക്കുന്ന ഭാവം അമ്മയ്ക്ക് സന്തോഷാവട്ടെ കരുതി നീ പേടി അഭിനയിക്കാറില്ലേ? പേടി എന്താണെന്ന് ആർക്കറിയില്ല. കൃഷ്ണന് പേടി എന്താണെന്ന് അറിയില്ല. ഭീരപിയത് വിഭേദി. ഇവിടെ കാലം കൃഷ്ണനെ പേടിച്ചിട്ടാ ഓടുന്നത്. ആ ഭഗവാൻ ഈ ഇടയപ്പെണ്ണിന്റെ മുന്നിൽ പേടി അഭിനയിച്ചും കൊണ്ട് അമ്മയ്ക്ക് സന്തോഷാവട്ടെ കരുതിയിട്ട് നിന്റെ അഭിനയം കേമം തന്നെ. ആ രൂപമാണ് എൻ്റെ മനസ്സിലെ കൃഷ്ണ. ഒരു കുട്ടിക്കൃഷ്ണനായിട്ടാണ് കുന്തിദേവി കാണുന്നത്. കുന്തിദേവി തന്നെ ഒരു മുത്തശ്ശിയായിട്ടും കൃഷ്ണന്റെ പേരെ കുട്ടിയിട്ടും അങ്ങനെ ആ ഒരു മട്ട ചെമ്പങ്ങളൊക്കെയാണ്. എന്നാലും മനസ്സിൽ അങ്ങനെയാണ്. കൃഷ്ണനൊക്കെ വലുതായെങ്കിലും മനസ്സിൽ ഈ ചിത്രമാണ്. യശോദയുടെ കൃഷ്ണനായി കൊണ്ടിരിക്കുന്ന ആ ചിത്രം. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കൃഷ്ണ നിന്റെ ഈ രൂപം ഒക്കെ മനസ്സിലുണ്ടെങ്കിലും കൂടുതലും ഈ പാണ്ഡവർ തന്നെയാണ് അവിടെ വിഷമം. എൻ്റെ മക്കളായ പാണ്ഡവർ ഇങ്ങനെ മനസ്സിലിങ്ങനെ വല്ലാണ്ട് നിൽക്കുമ്പം വലിയ ബുദ്ധിമുട്ട്. നിന്നെ പൂർണ്ണമായിട്ട് മനസ്സിൽ വെക്കണം എന്നുണ്ട്, പക്ഷെ പറ്റണില്ല. അതുകൊണ്ട് ഈ പാണ്ഡവരോടുള്ള സ്നേഹം കണ്ട് ഒഴിവാക്കൂ. ആരോട് പറയാ? ഭഗവാനോട് പറയും, ഒന്ന് ഒഴിവാക്കി തരൂ. സ്നേഹപാശമിമം ചിന്തി. ഈ സ്നേഹമാകുന്ന കെട്ട് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സ്നേഹമാകുന്ന കെട്ട്, അതും കെട്ടാട്ടോ. നമ്മളെ വിചാരം ദ്വേഷം മാത്രം കെട്ടുന്ന അല്ല, സ്നേഹവും കെട്ട് തന്നെയാണ്. സ്നേഹം കൊണ്ടുള്ള കെട്ടിന്റെ പ്രശ്നം വലിയ പ്രശ്നമാണത്. രക്ഷിതാക്കളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നത. മക്കളൊക്കെ വിദേശത്ത് അമേരിക്കയിലൊക്കെ ഇരിക്കും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആലോചിക്കാം, അമേരിക്കയിൽ ഉണ്ണി ഫോൺ വെച്ചിട്ടുണ്ടാവുമോ? അയാൾക്ക് ഒരു ചിന്തയില്ല. അമ്മ എന്നുള്ള ചിന്തയല്ലേ. അയാൾ ഫോണും കഴിച്ച് സിനിമയും കണ്ട് സുഖമായിട്ട് ഫോൺ ഓഫാക്കിയിരിക്കുന്നത്. അമ്മ വിളിച്ചാലോ ഇതിന്റെ വീട്ടിൽ ഫോണാക്കി ഓഫാക്കിയിരിക്കുന്ന ആളെ പറ്റിയിട്ടാണ് ഇവിടെ അമ്മ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ആ ചിന്തകളുണ്ടല്ലേ ഭാഗവതം കേൾക്കാൻ തോന്നാത്തത്. ആ ചിന്തകളുണ്ടല്ലേ നാമം ജപിക്കാൻ പറ്റാത്തത്. ആ ചിന്തകളുണ്ടല്ലേ ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കാത്തത്. സ്നേഹമാണെങ്കിൽ അത് ബന്ധനാണ്. പൂന്താനം പറയും, ഒന്ന് സ്വർണത്തിന്റെ ചങ്ങല, ഒന്ന് ഇരുമ്പിന്റെ ചങ്ങല. രണ്ടും ചങ്ങല തന്നെയാ. രണ്ടും നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലേണ്ടിയൊക്കെയാണ്. ദ്വേഷവും വേണ്ട, സ്നേഹവും വേണ്ട. ഈ മനസ്സിൽ നിന്റെ രൂപം തെളിഞ്ഞു പ്രകാശിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ പാണ്ഡവരുടെ രൂപം കണ്ട് മാറ്റിയിട്ട് പൂർണ്ണമായിട്ട് നിന്നെ കിട്ടുമോ? അതിന് ഈ അമ്മയെ അനുഗ്രഹിക്കുമോ? യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഭഗവാന്റെ കാൽക്കൽ വീണ് കണ്ട് നമസ്കരിച്ചു. ആ അമ്മയെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞ, അമ്മ ഭാഗ്യവതിയല്ലേ. സാധാരണ ബന്ധുക്കളൊക്കെ നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റല് ചെയ്യാം. പക്ഷെ ഇവിടെ എന്താ ഭാഗ്യം ചോദിച്ചാൽ അമ്മയുടെ മക്കൾ തന്നെ പരമഭക്തന്മാരാണ്. അവരുടെ കൂടെ കൂടിയാൽ, ഭക്തന്മാരുടെ കൂടെ കൂടിയ ഭഗവാനിലേക്ക് എത്തല് ചെയ്യുക, ദൂരത്തേക്ക് പോകലല്ലോ ചെയ്യുക. അത് അമ്മയുടെ ഭാഗ്യല്ലേ. ആ ഭാഗ്യം നമുക്കും ഉണ്ടെങ്കിൽ നന്നായി. സ്വതവേ അങ്ങനെ ഉണ്ടാവില്ല. ബന്ധുക്കളൊക്കെ ഭാര്യ ഭാഗവതം കേൾക്കണ്ടേ ഭർത്താവ് ഇതിനെതിരായി. ഇനി ഭർത്താവ് കേൾക്കാൻ പോകണ്ടേ ഭാര്യ പറയും, എന്തിനാ അപ്പൊ അവിടെയൊക്കെ പോയിരുന്ന് കേൾക്കണം. ഇവിടുത്തെ കാര്യമല്ല, സാധാരണ നാട്ടിൽ എങ്ങനെയാ ഉണ്ടാവുക. ഒരാൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വീട്ടുകാർക്കൊന്നും അത് ഇഷ്ടം ഉണ്ടാവില്ല. ഒന്നും അധികം ഒന്നും വേണ്ട കേട്ടോ, കുറേശ്ശെ ആവാം. അതൊക്കെ ഇങ്ങനെ മൊത്തം കേൾക്കാറില്ലേ? അതന്നെ അതാ പറയണത്. അപ്പൊ അങ്ങനെയാണ് ഓരോ കഥ. എന്നാൽ ഇവിടെ അമ്മയുടെ ഭാഗ്യം, മക്കള് സദാ നാമജപം. ഭക്തന്മാരെ കിട്ടിയില്ലേ മക്കളായിട്ട്. വീട്ടിലിരിക്കുക പറയാൻ എന്താ ഈ സത്സംഗം. നമ്മളൊക്കെ വീട് വിട്ടു പോകണം സത്സംഗത്തിന്. വീട്ടിൽ തന്നെ എന്താ അത് ഭജനമഠ. ഈ കുന്തിദേവിയുടെ ഗൃഹം ഭാഗ്യല്ലേ. അനുഗ്രഹിച്ചു ഭഗവാൻ. ഭഗവാന്റെ പുഞ്ചിരിയിൽ മയങ്ങിപ്പോയി കുന്തിദേവി. ധർമ്മപുത്രരുടെ വിഷമാണ് പിന്നെ വർണ്ണിക്കുന്നത്. മഹാഭാരത യുദ്ധം കഴിഞ്ഞു, താൻ രാജാവൊക്കെ രാജ്യം കിട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. ദുഃഖം തീരണ്ടേ. കുട്ടികൾക്കൊന്നും അച്ഛന്മാരില്ല. തന്റെ യുദ്ധം കാരണം അതിൽ മരിച്ചവരാ. ഇവരുടെ രക്ഷിതാക്കളൊക്കെ മരിച്ചുവേ. സ്ത്രീകളൊക്കെ വിധവകളാണ്. തന്റെ യുദ്ധം കാരണം. ഈ പാപമൊക്കെ എങ്ങനെ കഴുകിക്കളയും? ഈ ദുഃഖം ധർമ്മപുത്രരെ വല്ലാതെ അലട്ടി. ഭഗവാനുടെ അടുത്ത് നല്ല ഉപദേശിച്ചില്ല. ഉപദേശിച്ചു എന്നൊക്കെ വരുത്തി, മനസ്സിലാവരുത് എന്നുള്ള മട്ടി. കാരണം അനുഭവിക്കട്ടെ, ദുഃഖം അനുഭവിക്കട്ടെ, കുറെ കർമ്മം ചെയ്തതല്ലേ. ആരുപദേശിച്ചാലും നേരെയാവുക? ഭീഷ്മർ ഉപദേശിച്ചാൽ നേരെയാവും. കാരണം ഭീഷ്മരെ തന്റെ മുത്തശ്ശനായിട്ടാണ് കാണുന്നത്. മുത്തശ്ശൻ പറഞ്ഞാൽ അനുസരിക്കും. തനിക്ക് പറയാനുള്ള കാര്യം മുത്തശ്ശനെ കൊണ്ടാണ് പറയിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തെ തെളിയും. ഓരോരുത്തർ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും ഒരേ ആൾ തന്നെ പറഞ്ഞാൽ മനസ്സിലായിക്കോളുന്നില്ല. താൻ കേമെന്ന് വിചാരിക്കുന്ന ആൾ തന്നെ പറയണ്ടേ? വേണ്ടേ? അധികം അങ്ങനെയാണ് നാട്ടിലൊക്കെ. നമ്മളൊക്കെ നാട്ടിൽ വായിക്കൽ കുറവാണ്, ദൂരത്തുള്ളവർ കൊണ്ടുവരും. നമ്മളിവിടെ തൃശ്ശൂരൊന്നും വായിക്കും. തൃശ്ശൂരുള്ള ആചാര്യം അവിടെ കോഴിക്കോട് പോയി വായിക്കും. കാരണം കുറ്റല്ല, ആള് പറയുമ്പോഴാണത്. ആരാണോ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുക അവരെന്നെ പറയണം. ഇവിടെ ധർമ്മപുത്രക്ക് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്റെ സഹോദരൻ എന്നുള്ള മട്ട, അനിയനല്ലേ, പ്രായം കുറവല്ലേ.
തൻ്റെ ഒപ്പം ആരാ? കൃഷ്ണൻ ആരാ? അമ്മാവന്റെ മകൻ. എന്താണ്? അമ്മാവന്റെ മകനാണ്, അനിയനാണ്. അയാൾ ഇപ്പൊ ആരെന്നെ ഉപദേശിക്കാൻ? സംഗതി കൃഷ്ണനൊക്കെ ആയിരിക്കും ഈശ്വരൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്ത് കരുതിയിട്ട് ഉപദേശിക്കുക? ഇത് ഉള്ളിനുള്ളിലുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്ക് ബന്ധുക്കൾ ഉപദേശിച്ചാൽ ഇഷ്ടാവോ? ഇഷ്ടാവുണ്ടോ? അതുകൊണ്ടല്ലേ ബന്ധുവൊന്നും അല്ലാത്ത ഒരാളെ പിടിച്ച് ആചാര്യനാക്കി അവിടെ ഇരുത്തുന്നു. അവന് വലിയ കുഴപ്പമില്ല. എന്നാൽ തന്നെ സഹിക്കുന്നില്ല, ഉപദേശിക്കുമ്പോൾ വിഷമാണ്. അതുകൊണ്ട് ബന്ധുക്കൾ ഉപദേശിച്ചാൽ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് ഭഗവാൻ മുതിർന്നവരാവട്ടെ, എന്നവര് കുഴപ്പമില്ല. ഭീഷ്മര് എതിർപക്ഷത്തുള്ള ആളെന്നെ പറഞ്ഞു വെച്ചാലോ, നീ ചെയ്തതൊക്കെ നന്നായി, വലിയ ദുഃഖം ഭീഷ്മരെ വീഴ്ത്തിയല്ലോ എന്നാണ്. കുഴപ്പമില്ലടോ, ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കട്ടെ, താൻ അത് നിമിത്തായതേ ഉള്ളൂ, ഒട്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ ആർക്ക് സമാധാനവും? സാത്വികന്മാർക്ക് സമാധാനവും. ഇന്നയാളെ ശിക്ഷിച്ചു പോയല്ലോ ഉള്ള ദുഃഖം. ആ ദുഃഖം ഉണ്ടെങ്കിൽ ആ ശിക്ഷ കിട്ടിയാലോ എന്ന് പറഞ്ഞാൽ എന്താ വിഷമം തീരില്ലേ? നന്നായിട്ട് എന്നെ അടിച്ചതിന് ഒട്ടും വിഷമിക്കേണ്ട, എനിക്ക് കിട്ടുന്നതാ, അങ്ങനെ ആലോചിച്ച് വിഷമിക്കേണ്ട പറഞ്ഞാൽ അടിച്ചാൾക്ക് എന്തായി? ഹാവൂ, എന്നാ സമാധാനം. ഇതാണ് ധർമ്മപുത്രരുടെ കുഴപ്പം. ഭീഷ്മരെ വീഴ്ത്തിയില്ലേ, ചെയ്തത് മോശമായി പോയോ? ഭീഷ്മരെന്നെ പറഞ്ഞാലോ നന്നായി, ഒരു കുഴപ്പമില്ല, എങ്ങനെയാ വേണ്ടത്, നമ്മളൊക്കെ നമ്മുടെ കർമ്മം ചെയ്യണമെന്നേ ഉള്ളൂ, താൻ എതിർപക്ഷത്തായി പോയി, എന്ത് ചെയ്യും, ഞാനിവിടെയായി, നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യുക, അതൊക്കെ ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യന്നെ എന്നൊക്കെ പറയുമ്പോൾ ആശ്വാസവും. അതിനുവേണ്ടി ഭഗവാൻ പാണ്ഡവരെയും കൂട്ടി ഭീഷ്മരുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ഇതൊക്കെ വ്യാജമാണ് ഇട്ടു, ഇതൊന്നല്ല കാര്യം എന്താണെന്ന് ഭീഷ്മര് പറയും. എന്തിനാ കൃഷ്ണൻ അങ്ങോട്ട് എടുക്കല്ലേത്? പാണ്ഡവർ വിചാരിക്കണം അവർക്ക് ഉപദേശം കൊടുക്കാനാണത്രേ. അല്ലല്ല, എനിക്ക് എണീറ്റ് നടന്ന് അങ്ങോട്ട് വരാൻ പറ്റുമോ? കണ്ണടയ്ക്കണതിന്റെ മുമ്പ് തന്നെ ഒന്ന് കാണണമെന്ന് എനിക്കുണ്ട്. ഇപ്പൊ താൻ എന്റെ പേരക്കുട്ടികളെയും കൂട്ടി ഇങ്ങോട്ട് വരികയാണ്. കല്യാണം കഴിച്ചിട്ടല്ലേ ഭീഷ്മര്? മക്കളൊന്നുമില്ല, രാജ്യം താൻ ഭരിക്കുന്നില്ല, തനിക്ക് അവകാശപ്പെട്ടതാ. ഭീഷ്മരുടെയാണ് ഭാരതം. ഭാരതരത്നം ആരാ? ഭീഷ്മര്. അദ്ദേഹമാണ് മഹാഭാരതത്തിലെ ഏറ്റവും വലിയ കഥാപാത്രം. തന്റെ അച്ഛന് രണ്ടാമത് വിവാഹം കഴിക്കാൻ താൻ രാജ്യവും ഭരിക്കില്ല, തനിക്ക് കല്യാണവും വേണ്ട പറഞ്ഞ ആളാണ്. ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുടെ അവസ്ഥ അവസാന കാലത്ത് വെള്ളം കിട്ടാണ്ട് മരിക്കാൻ പാടില്ല. ബന്ധുക്കളൊക്കെ ഉള്ളവരുടെ കഥ തന്നെ അവസാന കാലത്ത് മക്കളൊന്നും കാണാൻ പറ്റാണ്ട് മരിക്കുക ചെയ്യുക. ഇവിടെ ഭീഷ്മര് അങ്ങനെ കണ്ണടയ്ക്കാൻ പാടില്ല കരുതി പേരക്കുട്ടളെയും കൂട്ടി ഭഗവാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ഭീഷ്മരെ അനുഗ്രഹിക്കാനായിട്ട് വരികയാണ്. അതാണ് ഭക്തനോട് കാണിക്കുന്ന കാരുണ്യം. പാണ്ഡവർ ഉദ്ദേശിച്ചില്ലേ പോണം, പാണ്ഡവർക്ക് ഒരു വിഷമത്തെ ഉണ്ടാക്കി ആര്? ഭഗവാൻ. എന്നിട്ട് ഭീഷ്മരെ കാണിക്കാൻ കൊണ്ടുപോവാണ്. ദൂരത്തായിട്ട് ഭീഷ്മര് ഭഗവാനെയും പാണ്ഡവരെയും കണ്ട സമയത്ത് പാണ്ഡവരുടെ ദുഃഖം കണ്ട് അവരോട് പറയാണ്, കഷ്ടം തന്നെ പാണ്ഡവരെ, നിങ്ങളുടെ കഥ മഹാകഷ്ടം തന്നെ. ഒപ്പം സച്ചിദാനന്ദ സ്വരൂപൻ ഒപ്പുണ്ടായിട്ട് ദുഃഖം നീങ്ങണില്ലല്ലോ, കഷ്ടം തന്നെ. ഭഗവാന്റെ കൂടെ സഞ്ചരിച്ചിട്ടും ദുഃഖത്തിനൊരു കുറവില്ല. നമ്മളൊക്കെ പറയാം ഭഗവാൻ ഒപ്പുണ്ടെങ്കിൽ അവന്റെ ദുഃഖം എന്ത് വേടൊപ്പ ഭഗവാൻ, അവന്റെ ദുഃഖത്തിനൊരു കുറവില്ല. ഒപ്പുള്ളതുകൊണ്ട് കാര്യമില്ല. ഭഗവാനെ അറിഞ്ഞാലേ ദുഃഖം തീരൂ. എന്താർത്ഥം? അടിവരണം കേട്ടോ. ആരുടെ ഒപ്പ ഭഗവാൻ ഇല്ലാത്തത്? നിങ്ങളുടെ ഒപ്പം ഭഗവാൻ ഇല്ലേ? എൻ്റെ ഒപ്പം ഭഗവാൻ ഇല്ലേ? എല്ലാവരുടെയും ഒപ്പം ഭഗവാനുണ്ട്. ദുഃഖിക്കാൻ കാരണം എന്താ? ആ ഭഗവാന്റെ സ്വരൂപം അറിയില്ല എന്ന് പറഞ്ഞാൽ ഭാഗവതം അറിയില്ല. ഭഗവാന്റെ സ്വഭാവത്തെയും സ്വരൂപത്തെയും വർണ്ണിക്കുന്ന ശാസ്ത്രമാണ് ഭാഗവതം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല? ഭഗവാനെ അറിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല. ഭീഷ്മർക്ക് ദുഃഖമില്ലാത്തതിന്റെ കാരണം എന്താ? ശരശയ്യല കിടക്കണത്, ശരീരത്തിന് മുറിവൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അത് അലട്ടുന്നില്ല. കാരണം ഭഗവാനെ അറിയാം. ഭീഷ്മര് തന്നെ പറയാണ്, കഷ്ടം, നിങ്ങൾ ദുഃഖിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടോ? ആ ഭഗവാനെ കേവലം മനുഷ്യനായിട്ട് കണ്ടതുകൊണ്ടാ. നിങ്ങൾ ദൂതനായിട്ടും സുഹൃത്തായിട്ടും ഡ്രൈവറായിട്ടും കണ്ടു കൃഷ്ണനെ. കൃഷ്ണൻ മഫ്തി സഞ്ചരിക്കുക, പരബ്രഹ്മം വേഷം കെട്ടി നിങ്ങളുടെ സ്വന്തം ആളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുക, കൂട്ടുകാരനായിട്ടും മന്ത്രിയായിട്ടും. അതിന് ഭ്രമിച്ചിട്ട് ഭഗവാനെ അറിയാണ്ട പോയില്ലേ? നിങ്ങൾ എന്താ ഭഗവാനെ ആദരിക്കാത്തത്? ഭഗവാനോട് ഇങ്ങനെയാണ് പെരുമാറുക. ഭഗവാനെ ഡ്രൈവറായിട്ട് വെക്കാൻ പാടുമോ? ഭഗവാനൊരു മഹത്വം കൽപ്പിക്കണ്ടേ? ചിലപ്പോൾ പോലീസുകാരൊക്കെ അങ്ങനെ വേഷം മാറി സഞ്ചരിക്കും, യൂണിഫോം ഇല്ലാണ്ട് നമ്മുടെ കൂടെ ഒക്കെ ചിലപ്പോൾ 2 മാസം ഒന്നുമൊക്കെ വരും. അവസാനം കയ്യിൽ വിലങ്ങി വയ്ക്കുമ്പോഴാണ് മനസ്സിലാവുക, താൻ എന്താടോ എൻ്റെ കയ്യിൽ വിലങ്ങി വെച്ചത്? ID കാർഡ് കാണിക്കും. പോലീസാ നമ്മുടെ കൂടെ ഇഡ്ഡലി കഴിച്ചതൊക്കെ, കിടന്നുറങ്ങിയതും ഷീട്ട് കളിച്ചതൊക്കെ നമ്മുടെ കൂടെയാണ്. അവസാനം വിലങ്ങ് വെക്കുമ്പോഴാണ് മനസ്സിലായത് അയാൾ പോലീസാണ്, മഫ്തി സഞ്ചരിച്ചതാ. ഇതുപോലെയാണ് ഭഗവാൻ പരബ്രഹ്മം നിങ്ങളുടെ അമ്മാവന്റെ മകനായും കൂട്ടുകാരനായും സുഹൃത്തായും ഈ സാരഥിയായിട്ടൊക്കെ വന്നു. പരബ്രഹ്മം അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ നിങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഉപദേശം ധർമ്മപുത്രർക്ക് കിട്ടട്ടെ കരുതിയിട്ടൊന്നുമല്ല, എന്നെ അനുഗ്രഹിക്കാനാ. ഞാൻ കാത്തിരിക്കുകയാണ് കണ്ണടക്കണന്റെ മുന്നേ ഭഗവാൻ ഒന്ന് കാണണമെന്ന്. അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ട് ഭീഷ്മർക്ക്. എപ്പോഴാണോ വിചാരിക്കുന്നത് അപ്പം മരിക്കാൻ.
അദ്ദേഹം വിചാരിക്കണില്ല. അത്രയൊക്കെ വേദന അനുഭവിക്കുമ്പോൾ മരിക്കണം എന്ന് വിചാരിക്കണില്ല. എന്താ കാരണം? കൃഷ്ണനെ കാണണം, ഇനി ജനിക്കണ്ട, ഇനി ജന്മം ഉണ്ടാവരുത്, ഈ സംസാര ദുഃഖം ഇനി വയ്യ. അതുകൊണ്ട് അവസാനം കണ്ണടയ്ക്കുന്നതിന് മുന്നേ ഭഗവാൻ എന്ന് കണ്ട് ഭഗവാനെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കണ്ണടയ്ക്കാൻ. ഇതാണ് സങ്കല്പം. ഭഗവാൻ പറഞ്ഞു, അതെ ഭീഷ്മരെ, അതിനെന്നെയാ വന്നത്. എന്നാൽ തത്വാർത്ഥങ്ങളൊക്കെ ഏട്ടന് പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയണോ? വേണം. അങ്ങ് പറഞ്ഞാലേ ഏട്ടന് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയണം എന്ന് പറഞ്ഞ സമയത്ത് അവിടെ വെച്ച് തത്വങ്ങളൊക്കെ ഉപദേശിച്ചു. ദാനധർമ്മങ്ങള്, മോക്ഷധർമ്മങ്ങള്, എന്തനുഷ്ഠിച്ചാലാണ് ജന്മം സഫലമാവാതൊരു ചോദ്യം. ഇനിയിപ്പോ ഒന്നും സാധിക്കില്ല, ഒന്നും സാധിക്കില്ല. അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം? വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു. വായിക്കാൻ പറ്റില്ലെങ്കിൽ വയ്യാണ്ട് കിടക്കുന്ന ആളെ ചെവിയിൽ കേൾപ്പിച്ചാലും മതി, ആ ജീവൻ ശുദ്ധാവും. എന്ത് ജപിച്ചാലാണ് ഒരു മനുഷ്യ ശുദ്ധാവുക? അതിനുള്ള ഉത്തരമാണെന്ത്? സഹസ്രനാമം. അതും ഉപദേശിച്ചു. ഭീഷ്മർ ഉപദേശിക്കണത് ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ സമയത്ത് ഭഗവാന്റെ അടുത്ത് വന്നിട്ട്, ഭഗവാൻ അടുത്തേക്ക് വന്നപ്പം ഭീഷ്മർ പറയാണ്, ഒന്ന് എനിക്ക് അങ്ങേ കേശാദിവാദം ഒന്ന് കാണണം. ശരി, കിടക്കാനുള്ള മലന്ന് കിടക്കല്ലേ, അതിനും സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ഭഗവാൻ അടുത്തു നിന്നു. ഇങ്ങനെ പോരാ, ശംഖചക്ര ഗദാധാരിയായിട്ട് എന്ന് പറയുമ്പോൾ 4 കൈ വേണേ. കൃഷ്ണൻ 2 കൈയല്ലേ ഉള്ളൂ. അപ്പോൾ ചതുർബാഹുവായിട്ടുള്ള കൃഷ്ണനെയാണ് ഞാൻ ആരാധിക്കാറ്. ഭീഷ്മരുടെ തേവാരമൂർത്തി അങ്ങനെയാണ്. കൃഷ്ണന്റെ മുഖം വിഷ്ണു ഭഗവാൻ, ശംഖചക്ര ഗദാധാരി. ശരി, അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഭഗവാനെ മുന്നിൽ പോയി നിന്നു. അങ്ങനെ ഭീഷ്മര് അവസാനം ഒരു സ്തുതി. ഇതിമതി രൂപകൽപിത വിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭൂംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷിയദ്ഭവ പ്രവാഹ. ഇതി ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. സ്വതവേ നിർത്തുമ്പോഴ ഇതി പറയാം, അല്ലെ? ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ അഷ്ടമോധ്യായ. നിർത്തുമ്പോഴ ഇതി പറയാം. തുടങ്ങുമ്പോൾ തന്നെ ഇത് ഇതി. എന്താർത്ഥം? നിർത്താൻ പോവുക കൃഷ്ണ, നിർത്തി. ഈ സ്തുതി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ഒരു കർമ്മവും ഇല്ല, എല്ലാം അങ്ങയുടെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ തിമതി രൂപകൽപിത, മതി പറഞ്ഞാൽ മനസ്സ്, വിതൃഷ്ണാമതി കളങ്കമില്ലാത്ത മനസ്സ്. കൃഷ്ണ, ഇത് ഞാൻ തനിക്ക് തരിക, ഈ മനസ്സ് താനങ്ങോട്ട് വെച്ചോളൂ. ഇതുവരെ ഞാൻ തരാഞ്ഞത് എന്താ ചോദിച്ചാൽ നല്ല മനസ്സല്ലാത്തതുകൊണ്ടാണ്. നല്ലൊരു സാധനമല്ലേ വേറെ ആൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇതിപ്പം നല്ലതാണ്, കാരണം ഇപ്പൊ ഇനി ഒന്നിനോടും എനിക്ക് ആശയില്ല. പണ്ടാണെങ്കിൽ ദുരം ഉണ്ടായിരുന്നു, സ്ഥാനത്തിനോട് മോഹം ഉണ്ടായിരുന്നു, പ്രതിജ്ഞ നിറവേറ്റണം എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അഭിമാനം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഒന്നുമില്ല കൃഷ്ണ. വിതൃഷ്ണാമതി, ഒരാശയം എനിക്കില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ മനസ്സിനെ സ്വീകരിച്ചോളൂ. മനസ്സെന്ന് പറഞ്ഞാൽ വെണ്ണ. എന്താണ്? വെണ്ണ തന്നെയാണ്. മനസ്സിന്റെ പ്രതീകമാണ് വെണ്ണ. കളങ്കമില്ലാത്തതെന്ന് കാണിക്കാനാണ് വെളുത്ത വെണ്ണ. വെളുത്ത വെണ്ണയാണ് ആർക്ക് കൊടുക്കേണ്ടത്? ഭഗവാന് കൊടുക്കേണ്ടത്. ഇനി കൊടുക്കണമെന്നൊന്നുമില്ല. നല്ല വെണ്ണയാണെങ്കിൽ ആര് വന്നെടുത്തോളും? മോഷ്ടിക്കുക ചെയ്യാം, നമ്മൾ കൊടുക്കണ്ട. ഒളിപ്പിച്ചു വെച്ച വെണ്ണ ആര് കൊണ്ടുപോകും? ഭഗവാൻ കൊണ്ട്. ഒളിപ്പിച്ചു വെക്കുക പറഞ്ഞാൽ ആർക്കും കൊടുക്കാണ്ട വെക്കുക. ഇത് നമ്മൾ എല്ലാവർക്കും കൊടുക്കണേ. ആ ഹൃദയം അങ്ങനെ എല്ലാവർക്കും കൊടുക്കരുത്. അത് ഭഗവാനായിട്ട് എന്നുള്ള മട്ടിൽ യൂറിയിൽ വെക്കുക പറഞ്ഞാൽ ഉയർന്ന തലത്തിൽ. അങ്ങനെ വെച്ചാൽ ആ വെണ്ണ ആര് കൊണ്ടുപോകും? ചിത്തചോര യശോദ കേബാൽ നവനീത ചോര ഗോപാൽ. നവനീതമല്ല കൊണ്ടുപോണത്, ചിത്തചോര. എന്താണ്? മനസ്സാ കൊണ്ടുപോകുന്നത്. മനസ്സാകുന്ന വെണ്ണ ഭഗവാൻ മോഷ്ടിക്കും. ഇപ്പം നമ്മൾ എടുക്കാത്ത നാറ്റ വെണ്ണയാണ്. പഴകിയ വെണ്ണ ആർക്ക് വേണം? ഭഗവാൻ ഇഷ്ടമല്ലത്. ശുദ്ധമായ വെണ്ണ ഇഷ്ടം. ഭീഷ്മർ പറയാണ്, ഇപ്പൊ എന്റെ വെണ്ണ അങ്ങനെയാ, ശുദ്ധമായ വെണ്ണയാണ്, പഴകിയിട്ടില്ല, കളങ്കല്ല. വിതൃഷ്ണാമതി. സ്വീകരിക്കുവോ? തൊട്ടു മുമ്പ് ഈ കുന്തിദേവി പ്രാർത്ഥിച്ചതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഭീഷ്മർ പറയണത്. കുന്തിദേവി പ്രാർത്ഥിച്ചത് എന്താ? മനസ്സ് ഭഗവാനിൽ വെക്കാൻ എന്താ വഴി? പാണ്ഡവര് മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടേ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ പറ്റണില്ല എന്നാ ഭീഷ്മർ അതിന്റെ ബാക്കി പറയാ. എനിക്ക് പറ്റി കൃഷ്ണ, കാരണം എനിക്ക് പിന്നെ ബന്ധുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ശല്യമില്ല. മനസ്സിൽ വേറെ ഒന്നും നിൽക്കാണ്, വേറെ വേണ്ടേ? സ്വന്തക്കാരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ ബുദ്ധിമുട്ടില്ല. ഇതിപ്പോ അതുണ്ടെങ്കിൽ അതുണ്ടാവും. ഭാര്യയുടെ ഫോട്ടോ, ഭർത്താവിന്റെ മക്കളുടെ ഒക്കെ ഉള്ളിലുണ്ടാവും. കാശിന്റെ ഫോട്ടോ, ബാങ്ക് ബാലൻസ്, FD റെസീറ്റ് ഒക്കെ മനസ്സിൽ. അവസാന കാലത്ത് ഇതിപ്പോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖായി. എന്റെ മനസ്സിൽ ഒന്നും മാത്രമേ ഉള്ളൂ, പറയട്ടെ. ത്രിഭുവന കമനം തമാലവർണം രവികര ഗൗരവരാംബരം ദധാനി വപുരളകുലാവൃതാനനാബ്ജം വിജയ സഖേ രതിരസ്തു മേനവത്യ. മനസ്സ് നിൽക്കണമെങ്കിൽ 3 കാര്യങ്ങളിലാണ് മനസ്സ് നിൽക്കുക. എളുപ്പമാണ്, അതൊന്നും മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ മനസ്സിപ്പോൾ നിൽക്കുന്നത് എവിടേക്കാ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒന്നെങ്കിൽ അത് സൗന്ദര്യമുള്ള വസ്തുവായിരിക്കും, അതല്ലെങ്കിൽ അത് നമുക്ക് സുഖം തരുന്നുണ്ട്, അതല്ലെങ്കിൽ അത് സുരക്ഷയാണ്.
ഈ 3 കാര്യങ്ങളുള്ള ദിക്കിലെ മനസ്സ് നിൽക്കുള്ളൂ. ഒരു നല്ലൊരു സാധനം കണ്ടു, കാണാൻ ഭംഗിയുള്ളതാണെങ്കിൽ നമ്മളൊക്കെ ഇങ്ങോട്ട് നോക്കും. നോക്കില്ലേ? നോക്കില്ല? ഞാൻ നോക്കും. എല്ലാ കാര്യം പറയാം. ഒരു സുന്ദരൻ സുന്ദരിയൊക്കെ വരട്ടെ, നമ്മളങ്ങനെ നോക്കും. പിന്നെ ആചാര്യന അത്ര എന്തിനപ്പം ഇല്ലാത്തത് പറയണം. അങ്ങനെയാണ്. ഒരു സൗന്ദര്യമുള്ള വസ്തു കണ്ട നോക്കാണ്ടിരിക്കുന്നില്ല, ഒന്ന് നോക്കും. പിന്നെ ഉടനെ സ്വയം ബുദ്ധി ഈശ്വരൻ തന്നതാണല്ലോ, ബുദ്ധി കൊണ്ട് മനസ്സിനെ കണ്ട് നിയന്ത്രിച്ച്, അത് മനുഷ്യന്റെ സ്വഭാവമാണ്. സൗന്ദര്യമുള്ള വസ്തു കണ്ടാ നോക്കും. സുഖം തരുന്ന വസ്തു മനസ്സിലുണ്ടാവും. സുരക്ഷ, അതുകൊണ്ടല്ലേ കാശിനോട് മോഹം. ആ കടലാസിനോട് ഇത്ര മോഹം എന്താ? പഴയ 500 മോഹം ഉണ്ടോ? പഴയ 1000 ഇഷ്ടാവോ? എടുത്തു വെക്കോ? നമുക്ക് കൊച്ച. എന്താ അങ്ങനെ? അതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ കടലാസിനോടുള്ള മോഹമല്ല, പിന്നെ എന്തായാലും ഇതുണ്ടെങ്കിൽ ഇത് അളമാരിൽ വെച്ച ഭാവിയിൽ ഒരു പ്രയാസം ഉണ്ടാകും. ഒരു ബ്ലോക്ക് വന്നാൽ നേരെയാക്കാം. അതിനെന്ത് വേണം? സുരക്ഷ. വീടിനോട് മോഹം ഉണ്ടാവാൻ കാരണം എന്താ? വീട് സുരക്ഷ, വെയിലും മഴയും കൊള്ളാണ്ട ഇഷ്ടം. ഭാര്യയോട് സ്നേഹം, സുഖം തരുന്നുണ്ട്, സുരക്ഷയാണെന്ന്. അല്ലെങ്കിൽ നാളെ വയ്യാണ്ടിയായ കഞ്ഞി തരാൻ ഒരാള് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, ഇങ്ങോട്ട് കിട്ടും, അതൊക്കെ വേറെ വിഷയം. അപ്പൊ നമുക്ക് ഇഷ്ടമില്ല. എന്നാലും അങ്ങനെ പറയാം, മക്കളോടുള്ള സ്നേഹത്തിന് കാരണം സുരക്ഷ ആണ്. ഭാവിയിൽ എന്നെ നോക്കും, എന്നെ ശ്രദ്ധിക്കും എന്നുള്ള വിചാരം എന്ന് പറഞ്ഞാൽ അവരൊക്കെ മനസ്സിൽ നിൽക്കാൻ കാരണം എന്താ മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ അവർക്ക് സൗന്ദര്യം ഉണ്ട്, അല്ലെങ്കിൽ സുരക്ഷ, സുഖം. ഈ 3 കാര്യങ്ങളാ. ശരിക്കും പറയട്ടെ, ഈ ഒരു കാര്യം മാത്രമേ മനസ്സിലാക്കണ്ടൂ. ഈ 3 ഉള്ളത് ഒരു ദിക്കിൽ മാത്രമാണ്. ഏറ്റവും സൗന്ദര്യമുള്ളത് ആർക്കാ? നമുക്ക് സുരക്ഷയായിട്ടുള്ള ഒരൊറ്റയാളേ ഉള്ളൂ. സുഖസ്വരൂപൻ ഒരാളേ ഉള്ളൂ. അതാണ് ഭഗവാൻ. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. പട്ടരിപ്പാടി ചോദിക്കും, ഇതിലും വലിയ സൗന്ദര്യം ആർക്കുണ്ടെന്ന്. സൗന്ദര്യോത്തരതോപി സുന്ദരതരം, എല്ലാം എന്തൊരു ഭംഗിയാണ്. അധരം മധുരം, വദനം മധുരം, നയനം മധുരം, ഗമനം മധുരം, ഒക്കെ മധുരം. ശർക്കരയുടെ ഏത് ഭാഗം മധുരം ഇല്ലാത്തത്? ഏത് ഭാഗത്താ കൂടുതൽ മധുരം? എല്ലാം ഒരുപോലെയാ. ഭഗവാന്റെ കൈയാണോ, കാലാണോ, ചുണ്ടാണോ, കണ്ണാണോ ചോദിച്ചാലോ ഒക്കെ ക്ഷേമ. എന്ത് ചെയ്താലും ഭംഗി. അങ്ങനെ ഉണ്ടോ? നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണത് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ നിൽക്കും? എന്തൊക്കെ ചെയ്യണം നിശ്ചയില്ല. എന്നാൽ തന്നെ അയാൾ പറയും ഇങ്ങനെയല്ല, അങ്ങനെ 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 എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ചിരിച്ച് നേരെയാവൂല. എന്നാ ഭഗവാന്റെ കഥ എങ്ങനെ നിന്നാലും മാനിച്ചാൽ ഭംഗി, മാലാൽ വതന സരസിജം വാടിയാൽ ഭംഗി, കോപിച്ചാൽ ഭംഗി, കോപിച്ചലറി ലഹള കൂട്ടിയിടിൽ അത്യന്ത ഭംഗി. ദേഷ്യം പിടിക്കുമ്പോ എന്തൊരു ഭംഗിയാ, അലറി ലഹള കൂട്ടുമ്പോ എന്തൊരു ഭംഗിയാ. നമുക്ക് അങ്ങനെ ഒന്നങ്ങോട്ട് കൊടുക്കാനാ തോന്നുന്നത്. ഭഗവാനെ കാണുമ്പോ നമുക്ക് അലറി ലഹള കൂട്ടുമ്പോ എന്തൊരു ഭംഗിയാ. അതത്രേ ഗോപികളൊക്കെ ഭഗവാനെ ഒന്നിങ്ങനെ കട്ടു എന്നുള്ള പരാതി പറയണത് എന്തിനാ ചോദിച്ചാൽ, ആ സമയത്ത് കൃഷ്ണൻ നോക്കിയിട്ട് അവരെ നോക്കിയിട്ട് നവരസങ്ങൾ കാണിക്കും. കണ്ടുരുട്ടും കൈ ചൂണ്ടും വെച്ചിട്ടുണ്ട്, നാളെ നിന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ തകർക്കലം പൊട്ടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഭഗവാന്റെ ഭാവം കാണാൻ വേണ്ടിയിട്ടാണ് അവര്. ത്രിഭുവനകമനം, എന്തൊരു ഭംഗി. ആ രൂപം മനസ്സിൽ ഉറച്ച പിന്നെ വേറെ എന്തിനെങ്കിലും ധ്യാനിക്കോ? അത് ഉറക്കാത്തോണ്ടാണ് ഇതൊക്കെ. നമുക്ക് വേറൊന്നും ധ്യാനിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭഗവാനെ ധ്യാനിക്കാൻ നമുക്ക് എവിടെ പോയിരുന്നാലും പറ്റില്ല. 2000 റുപ്യ ധ്യാനിക്കും, കിട്ടിയില്ലേ? ആ ഒരു നീല കളറൊക്കെ കിട്ടിയില്ലേ? 500 റുപ്യ പച്ച കളർ കിട്ടിയില്ലേ? അതൊക്കെ വന്നു. പേരക്കുട്ടിയെ ധ്യാനിക്കുമ്പോ കിട്ടി. വീട് ധ്യാനിക്കു വന്നു. വിചാരിക്കുമ്പോഴേക്ക് ഗേറ്റും ഒക്കെ മതിലും ഒക്കെ വന്നു. ഗുരുവായൂരപ്പനെ ധ്യാനിക്കൂ, കിട്ടുന്നില്ല. എന്താ കിട്ടാത്തത് ചോദിച്ചാൽ, ഇതന്നെ മുഴുവൻ സമയവും ഈ വീടും അതും ഇതും ഒക്കെ ധ്യാനിച്ച് ശീലമായത് കൊണ്ട് കിട്ടണില്ല. ഭീഷ്മർ പറയാണ്, എനിക്ക് പിന്നെ അത് ഇതന്നെയെന്ന് മനസ്സിലായി, ഭഗവാനെ തന്നെയായിരുന്നു, അതുകൊണ്ട് എന്റെ മനസ്സിലുണ്ട്. ത്രിഭുവനകമനം തമാലവർണം, ആ ശരീരം, രവികരക ഉരവരാം പരം ദധാനെ, ആ മഞ്ഞപ്പട്ട്, ബഹുരളക കുലാവൃത ആനനാബ്ജം, ആ ചുരുണ്ട മുടി, ചെന്താമര പോലുള്ള മുഖം, ചുരുണ്ട മുടി അങ്ങനെ പോന്നിട്ട് ആ കണ്ണിന് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ ഭഗവാൻ അങ്ങനെ ഇടയ്ക്ക് തല തിരിക്കും. മുടി അങ്ങോട്ട് മാറ്റാനേ, കയ്യിൽ ചമ്മട്ടിയും കഴിഞ്ഞാണ്. പാർത്ഥസഖേ, പാർത്ഥന്റെ കൂട്ടുകാരനായിട്ട് ഈ തേരാളിയായിട്ട് വന്നതല്ലേ. അപ്പൊ കയ്യില് ചമ്മട്ടിയും കഴിഞ്ഞാണായതുകൊണ്ട് ഈ മുടി ഇങ്ങനെ മറവായിട്ട് നിൽക്കുമ്പോൾ തല തിരിക്കുക ചെയ്യുക. അപ്പൊ ആ ചുരുണ്ട മുടി അങ്ങനെ തന്നെ പോകും. പിന്നെ അത് അവിടെ ഇരിക്കില്ല, പിന്നെയും വരും. ആ മുടി അങ്ങനെ വന്ന് ഭഗവാന്റെ മുഖത്ത് വന്ന് തിരിച്ചങ്ങോട്ട് പോണത് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നിയത് വെച്ചിട്ടുണ്ടോ? ഒരു താമരയില് ചെന്താമര വിടർന്നു നിൽക്കുന്നു, ഒരു കരിവണ്ട് വന്ന് തേൻ കുടിച്ച് പോണു വരണു, എന്തൊരു ഭംഗിയായിരുന്നു.
വിജയസഖേ രതിരസ്തുമേ അനവദ്യ. ആ രൂപം തെളിഞ്ഞ് പ്രകാശിക്കട്ടെ. അർജുനൻ എന്ത് പുണ്യം ചെയ്തു? നിന്റെ കൂട്ടുകാരനാവാൻ പറ്റിയില്ലേ? ആ അർജുനോടുള്ള സ്നേഹം കുറച്ചൊക്കെ എന്നോട് ആവാൻ. ഞാൻ അർജുനന്റെ മുത്തശ്ശനാണ്. വിജയസഖേ രതിരസ്തുമേ അനവദ്യ. അയാളൊന്ന് പരിഭ്രമിച്ച സമയത്ത് നീ കൊടുത്ത ഉപദേശം, ആ ഗീത, പിന്നെ അർജുനന്റെ യുദ്ധം കാണേണ്ടതായിരുന്നു. കേമൻ തന്നെ. ഒക്കെ നിന്റെ കാരുണ്യം കൊണ്ട് അതൊക്കെ എനിക്ക് നല്ലോണം അറിയാം. സ്ഥിതപതി പരസൈനികായുരക്ഷ്ണാഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു. അത് മാത്രല്ല, എന്നോട് കാണിക്കുന്ന കാരുണ്യം പാണ്ഡവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് ഭഗവാൻ പ്രതിജ്ഞെടുത്തു, ഞാൻ ആയുധമെടുക്കില്ല എന്ന്. കൗരവരും പാണ്ഡവരും വന്ന് ഭഗവാനോട് സഹായം അഭ്യർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, ഒന്നാദ്യം പറയാം, ഞാൻ വരികയാണെങ്കിൽ ആയുധം ഉണ്ടാവില്ല. എന്റെ ലക്ഷക്കണക്കിന് സൈന്യങ്ങൾ ആയുധങ്ങളോട് കൂടി വരും, ഞാൻ ഉണ്ടാവില്ല. ഏതാ വേണ്ടു? നമ്മളാണെങ്കിൽ എന്താ ചോദിക്കുക? പാണ്ഡവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, കൗരവരുടെ കാര്യം നിൽക്കട്ടെ. യുദ്ധത്തിനൊരുങ്ങി. ആയുധം ഇല്ലാണ്ട് വേണമെങ്കിൽ ഞാൻ വരാം, യുദ്ധാണേ, ഊണയിക്കാൻ പോവല്ല. അർജുനൻ പറഞ്ഞു, കൃഷ്ണ നീ ഉണ്ടാവണം. ആയുധം ഉണ്ടോ ഇല്ലയുള്ള ചോദ്യം ഇല്ല, ഐശ്വര്യമുണ്ടോ ഇല്ലയുള്ള ചോദ്യം ഇല്ല. ഭഗവാനെ അങ്ങൊപ്പം ഉണ്ടാവണം. ദാരിദ്ര്യമാണോ സമ്പത്താണോ എന്നുള്ള ചോദ്യം ഇല്ല. അതാണ് പറയേണ്ട താല്പര്യം. ഒപ്പം ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. ദുര്യോധനൻ പറഞ്ഞു, സൈന്യം ഇല്ലാണ്ട് ആയുധം ഇല്ലാണ്ട് എന്തിനാത്? കൃഷ്ണൻ വന്നിട്ട് എന്താ കാര്യം? ഒരാള് ആയുധമൊന്നും ഇല്ല, വേണ്ട, സൈന്യം മതി. ശരി, അപ്പൊ ആയുധം എടുക്കില്ല എന്നുള്ള പ്രതിജ്ഞ വന്നു. ഇതറിഞ്ഞ ഭീഷ്മര് കൃഷ്ണനെ കൊണ്ട് എടുപ്പിക്കും ആയുധന്നായി. പിന്നൊരു യുദ്ധന്റെ ഭീഷ്മരുടെ. എടുക്കുമ്പോ 1, എയ്യുമ്പോ 10, ചെന്ന് വീഴുമ്പോ 100, 1000, 10000. ഒന്നും ചെയ്യാൻ പറ്റില്ല അർജുനന്. എണീറ്റാ കിരീടം പോയി, വില്ലെടുത്ത വില്ല് 2 കഷ്ണമായി, അസ്ത്രമെടുത്ത അസ്ത്രം പോയി. എന്റെ അർജുനന്റെ നേരെ പുറപ്പെടുകയാണോ ഭീഷ്മരെ എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ എടുത്തങ്ങട്ട് ചാടി. ഇതുപോലെ ഹരിരീവ ഹന്തുമിഭം. ഒരു ആനയുടെ നേരെ കടിച്ചു കയറാനായിട്ട് സിംഹം ചാടി വരികയാണോ തോന്നും ഭഗവാന്റെ നാട്യം കണ്ടാൽ. ആ ഉത്തരിയൊക്കെ പാറി വീണതൊക്കെ ഒന്ന് കാണണം. ഗതോത്തരീയ എടുത്തങ്ങട്ട് ചാടി ചുറ്റും അങ്ങോട്ട് നോക്കി. കയ്യിൽ ആയുധമൊന്നുമില്ലല്ലോ. വേഗം പൊട്ടിക്കിടക്കണ രഥത്തിന്റെ ചക്രം അങ്ങോട്ട് ഊരിയെടുത്ത് ഭീഷ്മരുടെ നേരെ ഭഗവാൻ അങ്ങനെ ഓടി വരികയാണ്. ഭീഷ്മരെ വധിക്കാന്ന് തോന്നും. ഇത് കണ്ട അർജുനൻ ആകെ പരിഭ്രമിച്ചു. ഈശ്വര, കൃഷ്ണന് ചീത്തപ്പേരാവുമല്ലോ. ഇപ്പം രഥചക്രം എടുത്തു. രഥചക്രം ആയുധം. രഥാംഗപാണി, ഭഗവാന്റെ ഒരു പേരാ സഹസ്രനാമത്തില്. അവസാനം ഭീഷ്മരുടെ മനസ്സിൽ അതാണ്. രഥാംഗപാണി, തന്റെ നേരെ അങ്ങനെ ചക്രം എടുത്തു വരികയാണ്. അർജുനൻ കാല് പിടിച്ചുകൊണ്ട് പറയാം, കൃഷ്ണ പ്രതിജ്ഞ തെറ്റിച്ചു, പ്രതിജ്ഞ തെറ്റിച്ചു. ഇനിയിപ്പം വൈകുന്നേരം ചാനൽ ചർച്ച ഉണ്ടാവും. കൃഷ്ണൻ പ്രതിജ്ഞ തെറ്റിച്ചു. എന്നിട്ട് കുറെ ഇതിനെ പറ്റിയൊന്നും അറിയാത്ത കുറെ പേര് വന്നിരുന്ന് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച. തീരുമാനാവൂല, ചീത്തപ്പേരല്ലേ. ഭീഷ്മരാവട്ടെ കൃഷ്ണന്റെ കൈകൊണ്ട് മരിക്കാൻ പറ്റെങ്കിൽ ഭാഗ്യം എന്ന് കരുതി പുഞ്ചിരിച്ചും കൊണ്ട് കണ്ണടച്ച് തൊടുത്ത് നിൽക്കുകയാണ്. പിന്നെന്തേണ്ടായി ചോദിച്ചാൽ ഭഗവാൻ തലയെ കൈവച്ച്, അയ്യോ എന്റെ അർജുനൻ, ഞാനത് മറന്നു പ്രതിജ്ഞയുടെ കാര്യം. നീ പറഞ്ഞത് നന്നായി എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ ആ ചക്രം അവിടെ ഇട്ട് തിരിച്ചെങ്ങട്ടനെ പോയി ആ തേരിലേക്ക് തന്നെ ചെന്നു. തേരിലേക്ക് കയറണ സമയത്ത് ഭീഷ്മരെ കണ്ണു തുറന്നപ്പോ ഭീഷ്മരെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. അവർ പറഞ്ഞു, സന്തോഷമായില്ലേ? ഇതിപ്പോ തനിക്ക് വേണ്ടിയാ, ഒരാവശ്യമില്ല എനിക്ക് പറ്റിയത്തപ്പ ആയുധെടുത്തുനിന്നായി, കുഴപ്പമില്ല, എന്റെ പ്രതിജ്ഞ അങ്ങോട്ട് പോയിക്കോട്ടെ, അതിലിപ്പോ എന്താ പ്രശ്നം? പക്ഷെ തന്റെ പ്രതിജ്ഞ ഫലിച്ചില്ലേ? ഇനിയും ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ യുദ്ധം കഴിയും, തന്റെ പ്രതിജ്ഞ അവിടെ കിടക്കും ചെയ്യും. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാമൃതമധികർത്തും അവപ്ലുതോ രഥസ്ഥഃ. അല്ലേ ഭഗവാൻ, എന്തൊരു കാരുണ്യം! അങ്ങയുടെ പ്രതിജ്ഞ മാറ്റിവെച്ച് എന്റെ പ്രതിജ്ഞ സത്യമാക്കാൻ വേണ്ടി എത്ര കണ്ട് ക്ലേശിച്ചു, മറക്കില്ല. പാർത്ഥസഖേ രതിർമമാസ്തു. ഭഗവാന് തന്റെ മാനം എന്നൊരു വിഷയമല്ല. അമാനി, ഭഗവാൻ ചീത്തപ്പേര് പുല്ലാണ്. രാമനാണെങ്കിൽ വിഷമിക്കിട്ടു, രാമന് പരിഭ്രമ, ചീത്തപ്പേരൊന്നും സഹിക്കാൻ വയ്യ. കൃഷ്ണന് സന്തോഷമുണ്ട്, അതൊരു അലങ്കാരം തന്നെ. എന്തെല്ലാം കേട്ടു. സമന്തകം മണി മോഷ്ടിച്ചത് കേട്ടു. പിന്നെ അല്ലെങ്കിൽ തന്നെ കൃഷ്ണനെ പറ്റി നല്ല അഭിപ്രായം ഒന്നും പൊതുവേ. കുറച്ച് മോശക്കാരെ കണ്ട നമ്മളെന്താ പറയാ? കൃഷ്ണനാ എന്താ നോക്കണേ, എന്ത് വേണേലും പറയാം, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ എന്റെ ഭക്തന്മാരെ പറ്റി വല്ലതും പറഞ്ഞാൽ അമാനി, തനിക്ക് മാനൊന്നുമില്ല, എന്ത് വേണേലും പറയാം. പക്ഷെ മാനദഹ, അടുത്ത പദം, ഭക്തന് മാനം കൊടുക്കുന്നവനാണ്, ഭക്തനൊരു സ്ഥാനം കൊടുക്കുന്നവനാണ്. ഇവിടെ തന്റെ പ്രതിജ്ഞ മാറ്റിവെച്ചു. തനിക്ക് ചീത്തപ്പേരുണ്ടായാലും കുഴപ്പമില്ല, കൃഷ്ണൻ പ്രതിജ്ഞ ലംഘിക്കുന്നവനായിക്കോട്ടെ എന്ന്. അതിനിപ്പോ എന്താ പ്രശ്നം? ഭീഷ്മര് പ്രതിജ്ഞ ലംഘിക്കുന്നവനെ പറയുന്നത് തന്റെ ഭക്തനാ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ സത്യമാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു. അതാണ് ഭീഷ്മരുടെ മനസ്സിൽ. ഇപ്പോഴാണ് അർജുനൻ പോലും മനസ്സിലാക്കുന്നത്, അതായിരുന്നു ഇപ്പൊ മറന്നതല്ലേ, അപ്പൊ കൃഷ്ണ താൻ മറന്നതല്ലേ ഇപ്പൊ അത്. അതാണ് ഭീഷ്മര് പറയണത്. രഥാംഗപാണി, അടുത്ത പദം എന്താ? അക്ഷോഭ്യ. കയ്യിൽ ചക്രം ഉള്ളപ്പോഴും കൃഷ്ണ ഞാൻ നോക്കി,
നിന്റെ കണ്ണ് നോക്കിയപ്പോൾ ഞാൻ ക്രോധമല്ല കണ്ടത്, കാരുണ്യം, ഭക്തനോടുള്ള കാരുണ്യം. സന്തോഷമായില്ലേ? ഈ ചക്രം പിടിച്ചിരിക്കുന്നത് തനിക്ക് വേണ്ടിയാണോ എന്നുള്ള ആ ഭാവം ഞാൻ ആലോചിക്കുകയാണ്. ആ ഗോപികമാരൊക്കെ എത്ര ഭാഗ്യവതികളാ. ലളിതഗതി വിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാ. കൃഷ്ണന്റെ പല ഭാവങ്ങൾ കാണാനും തോളുക്കൈയിടാനും കെട്ടിപ്പിടിക്കാനും അങ്ങനെ അലങ്കരിക്കാനൊക്കെ സാധിക്കുന്നില്ലേ? ഭാഗ്യവതികളല്ലേ അവര്. പക്ഷെ ഭീഷ്മരായി എനിക്ക് അതിനൊന്നുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. അങ്ങനെ വിട്ടു നിൽക്കുക, തൊഴുക നോക്കിയല്ലാതെ അടുത്ത് വരാനോ തൊടാനൊന്നും. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ അങ്ങനെ വേണ്ട ഭീഷ്മരെ, എന്തിനാ അടുത്ത ജന്മമൊക്കെ ഇപ്പൊ തന്നെ ആയിക്കൂടെ എന്ന് പറഞ്ഞ ഭഗവാൻ അടുത്തേക്ക് വന്നു. ഭീഷ്മരൻ തലോടി ഒന്ന് കെട്ടിപ്പിടിച്ചു. അദ്ദേഹം ശ്വാസം ഉള്ളിലേക്ക് കൊണ്ട് വലിച്ചു. ഇതിലപ്പുറം എന്താ വേണ്ടത്? സ്വന്തശ്വാസ ഉപാരമത്. കൃഷ്ണനെ അങ്ങോട്ട് അകത്താക്കിയതുപോലെ അങ്ങോട്ട് വലിച്ചു. ഭീഷ്മരുടെ മുക്തി. പാണ്ഡവർക്കൊക്കെ കുറച്ചു നേരമൊക്കെ ഒരു വിഷമം ഉണ്ടെങ്കിലും ഭഗവാൻ അവരെയൊക്കെ ആശ്വസിപ്പിച്ചു. ഇതൊക്കെ പ്രാരബ്ധം കൊണ്ട് ഇവിടെ വന്നതാ. അദ്ദേഹം മുകളിലേക്ക് തന്നെ പോയി, ഇത് വസുവാണ് എന്നൊക്കെ പറഞ്ഞ്, ദേവന്മാരിൽ ഒരാളാ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്കൊക്കെ പോകാൻ ഒരുങ്ങാണ്. എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പാരായണം, 3 മണിക്ക് ശേഷം പ്രഭാഷണം. ഇപ്പൊ കീർത്തനം പാടി ഉച്ചവരെയുള്ള പാരായണം പ്രഭാഷണവും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഉച്ചയ്ക്ക് ശേഷം സപ്താഹം ഉണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ പ്രശ്നമില്ല, എല്ലാവരും ഉണ്ടാവും അറിയാം. ചില ദിക്കിൽ അങ്ങനെ കാണാറുണ്ട്, ഉച്ചവരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകും ചിലപ്പോൾ. അങ്ങനെയല്ല, ഊണ് കഴിഞ്ഞാലും ഇവിടെ തന്നെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. 1 മണിക്ക് ഒരു 1:15 1:30 ഊണ് കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ ഇരിക്കുക, 2 മണിക്ക് തുടങ്ങും. അപ്പം ആരും പോകരുത്. അത്രയും തിരക്ക് പോകാണ്ടിരിക്കാൻ വയ്യാന്നൊക്കെ ഉള്ളവരും ആലോചിച്ചിട്ടൊക്കെ പോവുക. അതാ പറയണത്. വൈകുന്നേരം 6:30 ആകുമ്പോഴേക്കൊക്കെ കഴിയും. ഇപ്പൊ കീർത്തനം പാടി സമർപ്പിക്കും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കുഞ്ഞിച്ചിലമ്പിട്ടു പിച്ച വെച്ചു കുഞ്ഞിക്കണ്ണൻ വന്നു മാമുണ്ണണി. കുഞ്ഞിക്കിണ്ണം തന്നിൽ വെണ്ണ കൂട്ടി കുഞ്ഞിയൊരുള ഉരുട്ടിത്തരാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കണ്ണാ നിന്നാട്ട പിറന്നാളല്ലേ, കണ്ണെഴുതിച്ചു ഞാൻ മാമം നൽകാം. കണ്ണട ധാരാളം കയ്യിലേകാം, തിണ്ണം വന്നുണ്ണണേ കണ്ണനുണ്ണി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഭക്തിയോടെൻ്റെ അടുക്കളയിൽ ശക്തി പോലെല്ലാം വിളമ്പി വെച്ചു. ഭക്തപ്രിയനെ വിളിച്ചു ഞാനും ഭുക്തിക്കു പ്രാർത്ഥിച്ചു താഴ്മയായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പിഞ്ചുവലങ്കരം തന്നിലേകി അഞ്ചാതെ കുഞ്ഞിയുരുള ഞാനും. നന്ദജനൻ ഗുരുവായൂരപ്പൻ സന്തോഷത്തോടുണ്ടു വേഗം വേഗം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ഇന്നത്തെ പ്രധാനപ്പെട്ട ഭാഗം വരാഹാവതാരാണ്. ആ സമയത്ത് ഇവിടെ ഒറ്റയപ്പമാണ് പ്രധാനപ്പെട്ട നിവേദ്യം. ഇതുപോലെ പറന്നിറക്കാം. പാരായണ സമയത്തൊക്കെ നെയ്വിളക്ക് സമർപ്പിക്കാം, പുഷ്പാഞ്ജലി സമർപ്പിക്കാം. ഇതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെ വേണ്ടതുപോലെ ഉപയോഗിക്കുക. ഒറ്റയപ്പം ആരെങ്കിലും സമർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ ഷീട്ടാക്കണം. കാരണം അത് എത്ര പേരുണ്ട് നോക്കിയിട്ട് വേണം അത് നിർമ്മിക്കാൻ. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം എല്ലാം ഉച്ചവരെയുള്ള ഭാഗങ്ങളൊക്കെ ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.